നമസ്കാരം. മൗണ്ടൻ ഡേയ്സിന്റെ മറ്റൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഈ വ്ളോഗിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത് ടെസ്ലയെ കുറിച്ചാണ്. ടെസ്ല കാറുകളെ കുറിച്ചും, കാറിന്റെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ ഒന്നുമില്ല, ടെസ്ല എന്ന ആ ഒരു ഇൻഡസ്ട്രിയെ കുറിച്ചും, പിന്നെ നമ്മുടെ ഇലക്ട്രിക് കാറുകൾ ഇന്ത്യൻ ഇൻഡസ്ട്രിയിലോട്ട് വരികയാണല്ലോ, അതിനെക്കുറിച്ചൊക്കെയാണ്. നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും, കേരളത്തിലെ ആദ്യത്തെ ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷൻ വരുന്നത് 2019 ഇടപ്പള്ളിയിലാണത് വരുന്നത്. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ആദ്യത്തെ ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷൻ വന്നത് ട്രിവാൻഡ്രം നേമത്താണ്. നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ഒത്തിരി ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷൻ വരികയാണ്. നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന് ഒത്തിരി വളരെ വിപുലമായ പ്ലാൻസ് ഒക്കെ ഉണ്ട് ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷൻസ് നമ്മുടെ ഇന്ത്യ ഒട്ടാകെ ബിൽഡപ്പ് ചെയ്യാൻ. അവരാദ്യം ഫോക്കസ് ചെയ്യുന്നത് സിറ്റീസിലായിരിക്കും. നമുക്കിനിയും പോയ ഹോസ്പിറ്റലുകളിലും ഷോപ്പിംഗ് മോളുകളിലും ഒക്കെ ഈ ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷനുകൾ പൊങ്ങി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് സിറ്റീസിനകത്ത് ഓരോ 4 കിലോമീറ്റർ ഇടവിട്ടും ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷൻ വേണമെന്നാണ്. പക്ഷേ ഡൽഹി ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് അവരുടെ സിറ്റിക്കകത്ത് ഓരോ 3 കിലോമീറ്ററിനകത്തെങ്കിലും ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷൻ വരണമെന്നാണ്. ഇന്ത്യ ഒട്ടാകെ, നമ്മുടെ രാജ്യം ഒട്ടാകെ വിളിക്കുകയാണ്, വെൽക്കം ടു ദ വേൾഡ് ഓഫ് ഇലക്ട്രിക് കാർസ്. എല്ലാ ഇലക്ട്രിക് കാറുകൾക്കും മാനുഫാക്ചറിനും നമ്മുടെ രാജ്യത്തിലോട്ട് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ വ്ലോഗും അവരെ സ്വാഗതം ചെയ്യുകയാണ്. ഇനിയിപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങളുടെ മനസ്സിലോട്ട് വരുന്നത്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു ഇലക്ട്രിക് കാർ വാങ്ങിക്കേണ്ടത്, അഥവാ ഇനി വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്ത് ബെനിഫിറ്റ്സ് ആണ് നിങ്ങൾക്ക് ആ കാറ് കൊണ്ട് ഉണ്ടാകുന്നത് അല്ലേ? ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ തന്നെ ലോ മെയിൻ്റനൻസ് കോസ്റ്റ് ആണ്, പ്ലസ് ലോ റണ്ണിങ് കോസ്റ്റ് ആണ്. നമുക്കറിയാം, ഒരു കമ്പസ്റ്റർ എഞ്ചിൻ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡീസൽ പെട്രോൾ എഞ്ചിൻ എടുത്തു കഴിഞ്ഞാൽ ആ എഞ്ചിനകത്ത് ഇഷ്ടം പോലെ മൂവിങ് പാർട്സുകളുണ്ട്. അതിന് വരുന്ന പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. അതൊക്കെ ഒരു മെയിൻ്റനൻസ് ചാർജാണ്. പക്ഷേ നമ്മൾ ഇലക്ട്രിക് വാഹനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് ഓടുന്നത് ഒരു ഇലക്ട്രിക് മോട്ടോർ വെച്ചാണ്. അതാണ് പറയുന്നത് ലോ മെയിൻ്റനൻസ് കോസ്റ്റ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ. ഇനിയിപ്പം റണ്ണിങ് കോസ്റ്റുകളെ കുറിച്ച് ഇഷ്ടം പോലെ വീഡിയോസ് വേറെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം. ഡീസൽ വാഹനങ്ങളെക്കാട്ടിലും ലാഭകരം ഇലക്ട്രിക് വാഹനങ്ങളാണോ എന്നൊരു കാര്യം നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഗൂഗിൾ ആർട്ടിക്കിൾസും ഒക്കെ ഉണ്ട്, സെർച്ച് ചെയ്ത് നോക്കാം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് വെഹിക്കിൾസ് ഭയങ്കര റെസ്പോൺസീവ് ആയിരിക്കും. വളരെ മികച്ച ഒരു ടോർക്കും ആ വാഹനങ്ങൾ തരും. അതായത് കാല് കൊടുത്താൽ വണ്ടി പറക്കും. അതായത് റെസ്പോൺസീവ് ആയിരിക്കും ആ വാഹനങ്ങൾ. മൂന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭവിഷ്യത്താണ്. കാരണം നമ്മൾ ഇത്രയും നാളും വാഹനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ട് വെച്ച് തന്നെ അനലൈസ് ചെയ്യുന്നവരുണ്ട്. നല്ല കട്ട വണ്ടിപ്രാന്തന്മാരൊക്കെയാണ് അവന്മാർക്ക് സൗണ്ട് കേട്ടാൽ അറിയാം ഏത് വണ്ടിയാണ് വരുന്നത് എന്നുള്ളത്, സ്റ്റോക്കെ. അപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളുടെ കേസിൽ ഈ സാധനത്തിന് സൗണ്ട് ഇല്ല, കാറ്റ് വരുന്നത് പോലും അറിയത്തില്ല, ഇങ്ങനെ ഒഴുകി വരികയാണ്. അതൊരു പ്രശ്നം തന്നെയാണ് നമ്മുടെ നാട്ടിൽ. നമ്മുടെ നാട്ടിൽ ഈ കൺജസ്റ്റഡ് നാടുകളിൽ വണ്ടിയുടെ സൗണ്ട് കേട്ടാണ് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത്. ഈ സാധനം ഒഴുകി വരും, അതൊന്ന് മനസ്സിലാക്കണം. അതിന് വല്ല വാർണിംഗ്സോ അലാറംസോ ഒക്കെ സെറ്റ് ചെയ്താൽ വളരെ നന്നായിരിക്കും. പിന്നെ അടുത്ത ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇലക്ട്രിക് കാറുകളൊക്കെ ഓടിക്കാൻ വളരെ എളുപ്പമാണ്, ഈസി ടു ഡ്രൈവ് ആണ്. എന്തുകൊണ്ടെന്നാൽ നമുക്കറിയാം അതിന് ഗിയറും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെങ്കിൽ പക്ക പെട്രോൾ ഹെഡ്സിനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനെ നമുക്ക് ആ സിനിമയെ കാണുന്ന പോലെ നമ്മുടെ വിൻഡീസിലൊക്കെ പിടിച്ചിരിക്കുന്ന പോലെ ഇങ്ങനെ പിടിച്ച് ഗിയർ ഷിഫ്റ്റ് ചെയ്യാനുള്ള സെറ്റപ്പ് ഒന്നുമില്ല. മോസ്റ്റ് ഓഫ് ദം ഗിയർ ലെസ് ആണ്. ഓക്കെ, പക്ഷെ അത് മാറി വരുമായിരിക്കും. പക്ഷെങ്കിൽ അന്യായ പവറൊക്കെയാണ് ഈ വാഹനങ്ങൾക്ക്. അതവിടെ നിൽക്കട്ടെ, അപ്പം ഗിയർ ഇല്ല. അടുത്ത ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇഷ്ടംപോലെ ക്യാബിൻ സ്പേസ് ഉണ്ട്. നമുക്കറിയാം ഇലക്ട്രിക് മോട്ടറുകളാണ്, പഴയ എഞ്ചിൻ പോലെ ഇഷ്ടംപോലെ സ്പേസ് ഈ വാഹനങ്ങളിൽ എടുക്കുകയില്ല. അപ്പം ആ ഒരു സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കൂടുതൽ ക്യാബിൻ സ്പേസ് ഇലക്ട്രിക് വാഹനങ്ങൾ തരും. അതായത് ഫ്രണ്ടിലാണെങ്കിലും നമ്മുടെ ഫുഡ് പൊക്കിക്കഴിഞ്ഞാലും സ്റ്റോറേജ് ഒക്കെ കാണും. അങ്ങനെയാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ഗവൺമെന്റ് ഭയങ്കര സപ്പോർട്ടാണ്. ഒത്തിരി പൈസ അവർ വേവ് ഓഫ് ചെയ്യും. ഇപ്പം ഡൽഹി ഗവൺമെന്റിന്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അവർ പറഞ്ഞിരിക്കുന്നത് രജിസ്ട്രേഷൻ ഫീസ് ഇല്ല നിങ്ങൾ ഇലക്ട്രിക് വാഹനങ്ങൾ മേടിച്ചാൽ. അടുത്ത 3 വർഷത്തിനുള്ള റോഡ് ടാക്സ് പോലും ഇല്ല. അങ്ങനെ ഓരോ സ്റ്റേറ്റും ഓരോ പോളിസീസ് ആയിട്ട് വരികയാണ്. ഏറ്റവും ലാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ക്ലീൻ എൻവയോൺമെന്റ് ആക്കാൻ പറ്റും അല്ലേ? അതായത് സാഹിത്യപരമായി പറഞ്ഞാൽ തന്നെ ഭാവി തലമുറയ്ക്കും ഉപകാരപ്പെടുത്താം എന്നൊക്കെ വേണം നമുക്ക് ചിന്തിക്കാം. എൻവയോൺമെന്റ് വിൽ ബി പൊല്യൂഷൻ ലെസ് ഇൻ 2 കേസസ്. ഏതൊക്കെയായിരിക്കും? 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ട്, 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊല്യൂഷൻ, എക്സോസ്റ്റ് ഗ്യാസ്. ഇതൊക്കെയാണ് ഒരു ഇലക്ട്രിക് കാർ തരുന്ന ഒരു പ്രധാനപ്പെട്ട ഗുണങ്ങളും കാര്യങ്ങളും ഒക്കെ. അടുത്ത ബിഗ് ന്യൂസ് എന്താണെന്ന് പറഞ്ഞാൽ തന്നെ ടെസ്ല വരുവാണ് ഇന്ത്യയിലോട്ട്. ടെസ്ല ഈസ് കമ്മിങ് ടു ഇന്ത്യ. വെൽക്കം ടെസ്ല ടു ഇന്ത്യ. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ഇത് പറയാൻ കാരണം, അല്ലെ ഈ വീഡിയോ വരാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ടെസ്ല അവരുടെ ഓഫീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ബാംഗ്ലൂരാണ് അവർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ടെസ്ല ഇന്ത്യ മോട്ടോഴ്സ് ആൻഡ് എനർജി പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് അവർ ആ കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പക്ഷേ നമുക്ക് പ്ലാന്റ് എവിടെ വരുമെന്ന് വ്യക്തമല്ല. മഹാരാഷ്ട്രയിൽ വരുമോ അതോ ബാംഗ്ലൂർ കർണാടകയിൽ വരുമോ എന്ന് നമുക്കറിയത്തില്ല. കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നാണ് NDTVയും ET ഒക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മെയിൻ കാര്യം, വേറെ ഒരു റൂമർ കേൾക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒത്തിരി ഓഫീസ് സ്പേസ് ബിഗ് 3 സിറ്റീസിൽ നോക്കുന്നുണ്ട് എന്ന് പറയുന്നു. റീറ്റെയിലിനും അതുപോലത്തെ ആവശ്യമുള്ള ഓഫീസിനും അതുപോലൊക്കെ തന്നെ എന്ന് പറഞ്ഞാൽ കോ വർക്കിംഗ് സ്പേസിൽ ഒരു സീറ്റ് എടുത്തിട്ടുണ്ടെന്നാണ് വാർത്തകൾ
പ്രചരിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ കാര്യം, എല്ലാ സ്റ്റേറ്റ്സിനും മാനുഫാക്ചേഴ്സിനെ വരുത്താൻ വേണ്ടി സ്പെഷ്യൽ ഇലക്ട്രിക് പോളിസീസ് കാണും. നമുക്കറിയാം ഇപ്പം BMW ഒക്കെ ചെന്നൈയിൽ പ്ലാന്റ് കൊണ്ടുവന്നപ്പം വളരെ വലിയൊരു ഓഫറാണ് ചെന്നൈ നൽകിയത്. അതുപോലെ എല്ലാ സ്റ്റേറ്റിനും ഡിഫറെൻറ്റ് പോളിസീസ് ഉണ്ട് ഇന്റർനാഷണൽ ബ്രാൻഡ്സിനെയൊക്കെ വരുത്തുവാൻ വേണ്ടി. അപ്പോൾ സ്റ്റേറ്റുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ മത്സരമൊക്കെ ഉണ്ട്. ഫൈനലൈസ് ആര് ചെയ്യുമെന്ന് നമുക്കറിയത്തില്ല. എങ്കിലും അനലിസ്റ്റുകളും റിപ്പോർട്ട്സും ഒക്കെ പറയുന്നത്, നമുക്കറിയാം ബാംഗ്ലൂർ എടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ എയ്ത്തർ എനർജി ഉണ്ട്, ഇലക്ട്രിക് സ്കൂട്ടറും, അതുപോലെ തന്നെ മഹേന്ദ്ര ഇലക്ട്രിക്കും ഉണ്ട്. രണ്ടും ഇലക്ട്രിക്കാണ്. ടെസ്ല അങ്ങോട്ട് വരാൻ കൂടുതൽ ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് ശരിവെക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ തന്നെ നമുക്ക് ടെസ്ല കുറേ ഏറെ ടാലൻസിനെ ഹയർ ചെയ്തിട്ടുണ്ട്. അവരുടെ കൺട്രി HR-നെ ഹയർ ചെയ്തു, ടീം ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ടീം ഡെവലപ്പ് ചെയ്യുന്ന ബിസിനസ് ഡെവലപ്മെന്റിനും പിന്നെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാർജിങ് സ്റ്റേഷനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെയാണ്. ടെസ്ല വോൾ ബേസ് ആയിട്ട് ഒരു ടീം ഡെവലപ്പ് ചെയ്യുക എന്നാണ് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഓട്ടോമൊബൈൽ പയനിയേഴ്സിന് ഇലക്ട്രിക് കാറുകളുടെ ഒത്തിരി കമ്പമായിരുന്നു. 1880 ആദ്യമായിട്ട് ഇലക്ട്രിക് കാർ പ്രൊഡ്യൂസ് ചെയ്തത്. നമുക്കിനി പോർഷയിലോട്ട് വരാം. പോർഷയുടെ ഫൗണ്ടറിന്റെ പേരാണ് ഫെർഡിനാൻഡ് പോർഷെ. അവരുടെ ആദ്യത്തെ കാർ കണ്ടുപിടിച്ചത് 1898 ആ കാറിന്റെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗർ ലോഹ്നർ ഇലക്ട്രിക് എന്നാണ്. ആ കാറും ഇലക്ട്രിക് മോട്ടോർ വെച്ച് ഓടുമായിരുന്നു. എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് എന്നൊരു കാര്യം ചിന്തിച്ചു നോക്കണം. നമുക്കെല്ലാവർക്കും അറിയാം അമേരിക്കയുടെ ചരിത്രവും അമേരിക്കൻ ഇൻഡസ്ട്രിയലൈസേഷന്റെ പിതാവും ഒക്കെയായ ഹെൻറി ഫോർഡും വാഹനം കണ്ടുപിടിച്ചിരുന്നു. വാഹനമല്ല, മീൻസ് കോസ്റ്റ് എഫക്റ്റീവായ വാഹനങ്ങൾ എങ്ങനെ സാധാരണക്കാർക്ക് കൊടുക്കാമെന്ന രീതിയിലാണ് അദ്ദേഹം കണ്ടുപിടിച്ചത്. ഓക്കെ, വാഹനം കണ്ടുപിടിച്ചത് വേറെ ആൾക്കാരൊക്കെ തന്നെയാണ്. അപ്പം ഹെൻറി ഫോർഡ് തന്റെ കോസ്റ്റ് എഫക്റ്റീവായ കണ്ടുപിടുത്തങ്ങളും എഞ്ചിനുകളെ കുറിച്ചൊക്കെ തോമസ് ആൽവ എഡിസണുമായിട്ട് ഡിസ്കസ് ചെയ്യുമായിരുന്നു. ഹെൻറി ഫോർഡ് തോമസ് ആൽവ എഡിസന്റെ ഫാക്ടറിയിലെ അല്ലെങ്കിൽ അവരുടെ ഇൻഡസ്ട്രിയിലെ ഒരു എഞ്ചിനീയർ ആയിരുന്നു. അവർ രണ്ടും കട്ട സുഹൃത്തുക്കളൊക്കെ ആയിരുന്നു. ഫോർഡ് തന്റെ കണ്ടുപിടുത്തമൊക്കെ തോമസ് ആൽവ എഡിസണോട് സംസാരിക്കുമ്പോൾ തോമസ് ആൽവ എഡിസൺ പറയുമായിരുന്നു, എടാ ഫോർഡെ, നീ ചെയ്യുന്നതൊക്കെ വളരെ ഇന്നോവേറ്റീവാണ്, വളരെ ക്രിയേറ്റീവാണ്, അടിപൊളി കാര്യങ്ങളൊക്കെയാണ്. പക്ഷെങ്കിൽ എനിക്ക് കൂടുതൽ താല്പര്യം ഇലക്ട്രിക് കാറുകളോടാണ് എന്നൊരു കാര്യം. അന്ന് തന്നെ ഓട്ടോമൊബൈൽ പയനിയേഴ്സിന്റെ വിഷൻ എല്ലാം ഇലക്ട്രിക് കാറുകളോടായിരുന്നു. അവരുടെ തുറപ്പ് ചീട്ടും അതൊക്കെ തന്നെയായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല ഇത്രയും വൈകി ഇതൊക്കെ വരാൻ. ഇവിടെ ഇപ്പം നമുക്കറിയാം ഫോർമുല ഇ റേസിംഗ്, അതായത് ഫോർമുല 1 ഒക്കെ കാണുന്നവരാണ് നിങ്ങൾക്കറിയാം. അതിൻ്റെ തന്നെ ഒരു ഫോർമുല ഇ റേസിംഗ് കൂടെ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇലക്ട്രിക് കാറുകളുടെ ഒരു റേസിംഗ് ഒക്കെ വേണമെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് അത്രമാത്രം വേൾഡ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്കിൽ പോലെ തന്നെ ആൾക്കാരിലോട്ട് ഇലക്ട്രിക് കാർ അങ്ങോട്ട് പിച്ച് ചെയ്ത് അല്ലെ പെനിട്രേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ ശകലം പാട് തന്നെയാണെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ വിശ്വാസം. ടെസ്ല കണ്ടുപിടിച്ചത് ഇലോൺ മസ്ക് ആണോ? അല്ല, ടെസ്ല കണ്ടുപിടിച്ചത് ഇലോൺ മസ്ക് അല്ല. ആ കഥയെക്കുറിച്ച് ഇങ്ങോട്ട് വരാം. എങ്കിൽ പോലെ തന്നെയാണെങ്കിലും നമുക്കറിയാം അമേരിക്കൻ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു വാഹന ഇൻഡസ്ട്രി നോക്കുകയാണെങ്കിൽ അവിടെ ഫോർഡും ജനറൽ മോട്ടോഴ്സും ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു സുപ്രഭാതത്തിൽ ടെസ്ല എന്ന് പറയുന്ന ഒരു മാനുഫാക്ചേഴ്സ് ഇങ്ങോട്ട് വരികയാണ്. പ്ലഗ് ഇൻ ഇലക്ട്രിക് കാർ സെഗ്മെന്റിലെ രാജാക്കന്മാരായി. എങ്ങനെ അവർ രാജാക്കന്മാരെ എന്നൊരു കാര്യം നമ്മൾ ചിന്തിക്കണം. അതൊക്കെ നമുക്ക് പതിയെ വരുന്ന വ്ലോഗുകൾ കേൾക്കാം, അതവിടെ നിൽക്കട്ടെ. അപ്പം 2020 മോസ്റ്റ് വാല്യുബിൾ കാർ ബ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്ലയാണ്. ടെസ്ല ഒരു സംഭവമാണ്. അതിലും വലിയ സംഭവമാണ് ഇലോൺ മസ്ക് എന്നൊരു പറയുന്ന കാര്യം. ഇലോൺ മസ്കിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം, ഒത്തിരി പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഹീസ് ആൻ ഏലിയൻ എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. കഴിഞ്ഞ ഒരു ട്വീറ്റും ഉണ്ടായിരുന്നു. ടെസ്ലോൺ മസ്കിന്റെ ഒരു ഫാൻ ചോദിച്ചു, ആർ യു ആൻ ഏലിയൻ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഓഫ് കോഴ്സ് ഏലിയൻ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പം ഇലോൺ മസ്ക് എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ഒരു ട്വീറ്റിൽ തന്നെയാണ് ഷെയർ കൂടുന്നതും കുറയുന്നതുമെല്ലാം. അത്രമാത്രം പവർഫുൾ പേഴ്സണാണ് ഇലോൺ മസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കൂടുതൽ രേഖകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഗൂഗിളിലും ഒക്കെ സെർച്ച് ചെയ്ത് അറിയാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ സെർച്ച് ചെയ്ത് പറഞ്ഞാൽ മതി 10 facts about ദിസ് ഗൈ ഇലോൺ മസ്ക് എന്നൊക്കെ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. കൂടുതൽ കാര്യങ്ങൾ പുസ്തകങ്ങളൊക്കെ ഉണ്ട്, ഇഷ്ടമുണ്ടെങ്കിൽ വായിക്കുക. അപ്പോൾ ഇലോൺ മസ്ക് അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇലോൺ മസ്ക് എന്ന് പറഞ്ഞാൽ തന്നെ ഇന്ന് ലോകത്തിലെ 2ാമത്തെ ഏറ്റവും വലിയ റിച്ചസ്റ്റ് പേഴ്സൺ ആണ്. അദ്ദേഹം ഈ 2ാം സ്ഥാനം എത്തിയത് 31ാം സ്ഥാനത്തിൽ നിന്നാണ്. 31ാം സ്ഥാനത്തിൽ നിന്ന് 2ാം സ്ഥാനം വരെ അദ്ദേഹം എത്തിയത് ടെസ്ലയുടെ ഷെയർ കൂടിയതുകൊണ്ട് മാത്രമാണ്. ഇതാണ് ഇലോൺ മസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ആൾക്കാർ ടെസ്ല ഇത്രമാത്രം മേടിക്കാൻ കാരണം? ഈ പറയുന്നത് ആ ഒരു പ്രൈസ് സെഗ്മെന്റിലൂടെ മനസ്സിലാക്കണം. ബേസ് അല്ല നമ്മൾ പറയുന്നത്. ബിക്കോസ് ടെസ്ല ഒരു ശകലം കോസ്റ്റ്ലിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് ആൾക്കാർ മേടിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ എൻ്റെ പഴയ കാറ് പോലെ തന്നെ ടെസ്ലയും തരുന്നു. ഞാൻ ഹാപ്പിയാണ്. സ്റ്റൈലിംഗ് ആയാലും പെർഫോമൻസ് ആയാലും ആക്സിലറേഷൻ ആയാലും ബിൽഡ് ക്വാളിറ്റി ആയാലും ടെസ്ല എൻ്റെ പഴയ കാറിന് പകരം വയ്ക്കുകയോ അത് കൂടുതലോ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും പേടി സ്വപ്നമായ നല്ല ബാറ്ററി ലൈഫും ടെസ്ല തരുന്നുണ്ട്. ഇതൊക്കെയാണ് ടെസ്ല ആൾക്കാർ മേടിക്കാനുള്ള പ്രധാന കാരണങ്ങൾ. ടെസ്ല മോട്ടോഴ്സിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്തിരിക്കുന്നത് പാലോ ആൾട്ടോ കാലിഫോർണിയയിലാണ്. നമ്മുടെ ഇന്ത്യൻ ടെസ്ല മോട്ടോഴ്സിൻ്റെ ഹെഡായിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്ല മോട്ടോഴ്സ് ആംസ്റ്റർഡാമാണ്. അപ്പോൾ ടെസ്ല എടുത്തു കഴിഞ്ഞാൽ ടെസ്ല ഇങ്ക് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കാലിഫോർണിയയിലാണ്. ടെസ്ല മോട്ടോഴ്സ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആംസ്റ്റർഡാമിലും.
അപ്പം ടെസ്ല ഇങ്ക് എന്തുകൊണ്ടാണ് ടെസ്ല ഇങ്കും ടെസ്ല മോട്ടോഴ്സും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്ന കാര്യം നമുക്ക് ഈ വ്ളോഗിൽ കൂടെയൊക്കെ നമുക്ക് പറയാം. അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ടെസ്ലയെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടത് അവരുടെ ഫാക്ടറികളെ കുറിച്ചാണ്. അവരുടെ ഫാക്ടറികൾക്ക് അവരുടെ വ്യത്യസ്തമായ പേരാണ് നൽകിയിരിക്കുന്നത്. അവർ പറയുന്നത് ജിഗാ ഫാക്ടറീസ് എന്നാണ്. അപ്പോൾ കറൻ്റ്ലി അവർക്ക് 3 പ്ലാന്റുകൾ നമ്മുടെ US-ലും 1 പ്ലാന്റ് ചൈനയിലുമുണ്ട്. ഇപ്പോൾ റൂമേഴ്സൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ ഒത്തിരി പ്ലാന്റുകൾ വരുന്നു എന്നാണ്. ജിഗാ ഫാക്ടറി ബെർലിനും ജിഗാ ഫാക്ടറി ടെക്സാസും ഓൾറെഡി അണ്ടർ കൺസ്ട്രക്ഷനിലാണ്. പിന്നെ നമുക്ക് റൂമേഴ്സ് ഒത്തിരി കേൾക്കാം. ജിഗാ ഫാക്ടറി സൗത്ത് കൊറിയ വരുന്നു, ജിഗാ ഫാക്ടറി ജാപ്പാൻ വരുന്നു, ജിഗാ ഫാക്ടറി ഇന്ത്യയൊക്കെ വരുന്നതെന്നൊക്കെ ഒത്തിരി റൂമേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാം. അപ്പം ഈ ജിഗ എന്ന് പറഞ്ഞാൽ എന്താണ്? ജിഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റ്സ് ഓഫ് മെഷർമെന്റ് ഫോർ ബില്യൺ ആണ്. അതിനാണ് ജിഗ എന്നവർ പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഗ്രീക്ക് വേർഡുണ്ട് ജിഗാസ് എന്ന് പറയും. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂജ് എന്നാണ്. അതായത് അവരുടെ ഫാക്ടറീസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫാക്ടറികളിൽ നിന്നാണ് ടെസ്ലയ്ക്ക് വേണ്ട കമ്പോണൻസ് ഇറങ്ങുന്നതും ടെസ്ല കാറുകൾ ഇറങ്ങുന്നതും. അപ്പോൾ എല്ലാം കൊണ്ടും ചേർത്തുകൊണ്ടാണ് അവർക്ക് ആ ഒരു വ്യത്യസ്തമായ പേര് നൽകാൻ സാധിച്ചത്. അതായത് ജിഗാ ഫാക്ടറി ഇന്ത്യ എന്നൊക്കെ ഭാവിയിൽ വരും, അല്ലെങ്കിൽ ജിഗ ഇന്ത്യ എന്നൊക്കെ വരും. 2003 ടെസ്ല ആരംഭിക്കുന്നത്. അത് കണ്ടുപിടിച്ച 2 വ്യക്തികളുടെ പേര് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മാർക്ക് ടാപ്പനിങ്ങും മാർട്ടിൻ എബ്രഹാർഡുമായിരുന്നു. 2 പേരും എഞ്ചിനീയേഴ്സ് ആയിരുന്നു. ഒരാൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറും മറ്റൊരാൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറുമായിരുന്നു. 2 പേരും നോളജ്ഫുൾ, സ്കിൽഫുൾ ആൻഡ് എക്സ്പീരിയൻസ്ഡ് ആയിരുന്നു അവരുടെ റിലേറ്റീവ് ഫേസുകളിലെല്ലാം. 1997 അവരുടെ ആദ്യത്തെ കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ആ കമ്പനിയുടെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂവോ മീഡിയ എന്നാണ്. ന്യൂവോ മീഡിയ ഒരു പ്രൊഡക്റ്റാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ആ പ്രൊഡക്റ്റിന്റെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോക്കറ്റ് ഇ ബുക്ക് റീഡർ എന്ന് പറയും. ഇന്നത്തെ കാലത്തെ കിൻഡിലൊക്കെ ഇല്ലേ, അതുപോലത്തെ ഒരു ഇ ബുക്ക് റീഡർ ആയിരുന്നു അവർ പ്രൊഡ്യൂസ് ചെയ്തത്. അടുത്ത 2-3 വർഷം കഴിഞ്ഞപ്പോഴത്തേന് അവരുടെ കമ്പനി അവർ വിൽക്കുകയുണ്ടായി $187 മില്യൺ. ജംസ്റ്റാർ TV ഗൈഡ് ഇന്റർനാഷണൽ വേണ്ടിയാണ് അവർ വിറ്റത്. അപ്പോൾ കുറച്ച് പൈസയൊക്കെ അവരുടെ കയ്യിൽ വന്നല്ലേ. അങ്ങനെ കാലം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല നോളജബിൾ പേഴ്സൺ എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലായി ഇലക്ട്രിക് കാറുകളുടെ ഒരു ആവശ്യകത ലോകത്തിന്. അവർക്ക് ഒരു ഇലക്ട്രിക് സ്പോർട്സ് കാർ നിർമ്മിക്കണമെന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ അവർ ടെസ്ല സ്റ്റാർട്ട് ചെയ്തു. എന്തുകൊണ്ടാണ് ടെസ്ല എന്ന് പേര് കൊടുത്തതെന്നൊരു കാര്യം താഴോട്ട് വരുന്നുണ്ട്, അതൊക്കെ പറയാം. ടെസ്ല സ്റ്റാർട്ട് ചെയ്തു. ഫണ്ടിങ് വേണം. $30 മില്യൺ കൊടുത്തത് പേപ്പാലിൽ നിന്നാണ്. പേപ്പാലിൻ്റെ കോ ഫൗണ്ടർ ആയിരുന്നു ഇലോൺ മസ്ക്. ആ പൈസ കൊടുത്തത് കൊണ്ടുവഴി അദ്ദേഹം ടെസ്ലയുടെ ചെയർമാനായിട്ട് അധികാരമേറ്റു. വേറെ റൂമേഴ്സ് വരുന്ന എന്താണെന്ന് ചോദിച്ചാൽ തന്നെ ഗൂഗിളിൻ്റെ ഫൗണ്ടേഴ്സായ സെർജിയും ലാരിയും ഏകദേശം 10% പൈസയും ടെസ്ലയിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇങ്ങനെയാണ് ടെസ്ലയുടെ തുടക്കം. ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വഴിയാണ് നമ്മുടെ ഇലോൺ മസ്ക് ടെസ്ലയിലോട്ട് വരുന്നത്. ടെസ്ല കണ്ടുപിടിച്ചത് ഇലോൺ മസ്ക് അല്ല, പക്ഷേ ടെസ്ലയെ ഈ നിലയിലെത്തിച്ചത് അദ്ദേഹത്തിൻ്റെ ചിന്താഗതികളാണ്, ഇലോൺ മസ്കിൻ്റെ. ടെസ്ലയുടെ ഫൗണ്ടേഴ്സിന് എവിടുന്ന് കിട്ടി ഈ ഐഡിയ എന്ന് നമുക്ക് നോക്കാം. 1996-99 കാലങ്ങളിൽ ജനറൽ മോട്ടോഴ്സിന് ഒരു കൺസെപ്റ്റ് പ്രോട്ടോടൈപ്പ് ഓടിക്കുന്നുണ്ടായിരുന്നു. EV1 എന്ന് പറയുന്നൊരു പ്രോട്ടോടൈപ്പ് മോഡൽ അവർ ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇലക്ട്രിക് കാറായിരുന്നു. ആ ഇലക്ട്രിക് കാറുകൾ വളരെ മികച്ച ഒരു പ്രതികരണമായിരുന്നു മാർക്കറ്റ് കൊടുത്തത്. പക്ഷേ എന്തുകൊണ്ടോ ഏതോ ഒരു സ്റ്റേജിൽ അത് പ്രൊഡക്ഷനിലോട്ട് പോയില്ല. അപ്പോൾ നമ്മുടെ 2 എഞ്ചിനീയേഴ്സിന് മനസ്സിലായി ഇലക്ട്രിക് കാറുകളോട് ജനങ്ങൾ നോക്കുന്നുണ്ട്, ജനങ്ങൾ അവയെക്കുറിച്ചൊക്കെ അറിയാൻ ശ്രമിക്കുന്നുണ്ടെന്നൊരു കാര്യം. ആ ഒരു ഐഡിയയിൽ നിന്നാണ് അവർക്ക് 2003 ടെസ്ല സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്രചോദനമുണ്ടായിരുന്നത്. ടെസ്ല മോട്ടോഴ്സ് എന്ന പേര് നൽകിയത് മാർട്ടിൻ എബ്രഹാർഡാണ്. ടെസ്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ തടിയൊക്കെ മുറിക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയൽ അല്ലെ, ഒരു പ്രൊഡക്റ്റ് എന്ന് വേണം പറയാൻ പറ്റും. ആക്സ് എന്നൊക്കെ പറയാൻ പറ്റും അല്ലേ. അപ്പോൾ നമുക്കറിയാം ടെസ്ലയുടെ ലോഗോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ടെസ്ലയുടെ ലോഗോ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം അത് ഇരിക്കുന്ന ഒരു പ്രത്യേക ഷേപ്പിലാണ്. ഇതെവിടെ നിന്ന് വന്നതെന്ന് അറിയാമോ? 2 കാര്യമുണ്ട്. എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്ത ഒരു പക്ഷേ മനസ്സിലാകത്തില്ലായിരിക്കും. ഞാൻ പടം ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാം. ഒരു ഇലക്ട്രിക് മോട്ടർ എടുക്കുക. ആ ഇലക്ട്രിക് മോട്ടർ എടുത്തിട്ട് ജസ്റ്റ് ക്ലോസ് ചെയ്യുക. അതിനകത്തെ ആ ഒരു വൈൻഡിങ്ങും അതിനെ അനുബന്ധിക്കുന്ന സാധനങ്ങൾ നിങ്ങൾ കണ്ടോ? ആ ഒരു സംഭവവും ഈ ഒരു നമ്മുടെ ടെസ്ലയുടെ ലോഗോ ആയിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കി. ഇവിടെ നിന്നാണ് ടെസ്ലയുടെ ലോഗോ വരുന്നത്. അത് അങ്ങനെയാണ് ആർട്ടിക്കിൾസ് പറയുന്നത്. പക്ഷേ എൻ്റെ ഒരു അനാലിസിസിൽ ആ ഒരു ഞാൻ പറഞ്ഞില്ല മരം വെട്ടാൻ ഉപയോഗിക്കുന്ന ഒരു അർത്ഥവുമുണ്ട് ടെസ്ല എന്ന് പറഞ്ഞില്ലേ. അപ്പം ആ ഒരു വസ്തുവിനെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് രണ്ടും കമ്പയർ ചെയ്ത്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടി ചേരുമ്പോഴാണ് ഈ ഒരു ലോഗോയുടെ ഒരു ഷേപ്പ് വരുന്നത്. മെയിനായിട്ടും ഇലക്ട്രിക് മോട്ടോർ വെച്ചാണല്ലോ നമ്മുടെ ടെസ്ല കാറുകൾ ഓടുന്നത്. അപ്പോൾ ഇലക്ട്രിക് മോട്ടറിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം കാണാം. ഇതും കാണാൻ പറ്റും. ശ്രദ്ധിച്ചോ? അതാണ് നമ്മുടെ ടെസ്ല മോട്ടോഴ്സിൻ്റെ ലോഗോ വരുന്നത്. അപ്പം എന്തുകൊണ്ടാണ് ടെസ്ല എന്ന പേര് കൊടുത്തത്? നമുക്കെല്ലാവർക്കും സുപരിചിതമാണല്ലോ നിക്കോളാസ് ടെസ്ല എന്ന് പറയുന്നവൻ. പ്രത്യേകിച്ച് പറഞ്ഞാൽ വളരെ ജീനിയസ് ആയിരുന്നു. പക്ഷെങ്കിൽ സാമ്പത്തികമായിട്ടൊന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല. പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സിനിമയൊക്കെ ഉണ്ട്, കാണുക. എഡിസൺ വേഴ്സസ് ടെസ്ല എന്നൊക്കെയാണെന്ന് തോന്നുന്നു സിനിമയുടെ പേരതല്ല, ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിക്കോളാസ് ടെസ്ലയെ സ്മരിക്കുവാൻ വേണ്ടിയാണ് ടെസ്ല എന്ന പേര് ആ എഞ്ചിനീയേഴ്സ് 2003 കൊടുത്തത്.
നിക്കോളാസ് ടെസ്ല എന്ന് പറയുന്ന ആ ഒരു ജീനിയസ് ഇൻവെന്റർ ഇലക്ട്രിസിറ്റി അനുബന്ധമായ കണ്ടുപിടുത്തങ്ങളിൽ ഒത്തിരി പങ്കുവഹിച്ച ഒരാളാണ്. അദ്ദേഹം കണ്ടുപിടിച്ച ഒരു വസ്തുവാണ് AC ഇലക്ട്രിക് മോട്ടറും അല്ലേ, ആൾട്ടർനേറ്റീവ് കറണ്ട് ഇലക്ട്രിക് മോട്ടർ. അപ്പം ആ ഒരു ആൾട്ടർനേറ്റീവ് കറണ്ട് ഇലക്ട്രിക് മോട്ടറൊക്കെ ടെസ്ല കാറുകളിലും യൂസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ കൊണ്ടാണ് അവർ ആ ഒരു വിഷൻ പണ്ടേ നമ്മുടെ ഫൗണ്ടറിന് ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞ പോലെ തന്നെ. അതുകൊണ്ടാണ് അവർ ആ പേര് ചൂസ് ചെയ്തത് അല്ലേ, കറക്റ്റ് പേര് തന്നെയാണ്. അതുകൊണ്ടാണ് ടെസ്ല എന്ന ആ ഒരു പേര് വന്നത്. പക്ഷേ നമുക്കറിയാം ടെസ്ലയ്ക്ക് വേണ്ടത്ര അംഗീകാരമൊന്നും ലഭിച്ചില്ല എന്നാണ് ആർട്ടിക്കിൾസ് ഒക്കെ പറയുന്നത്. പക്ഷേ ആ ഒരു അംഗീകാരം ഈ ഒരു പുതുതലമുറയ്ക്ക് ഇവരായിട്ട് നൽകി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 2008 ടെസ്ല ലോകത്തെ ഞെട്ടിപ്പിച്ചത്. റോഡ്സ്റ്റർ എന്ന് പറയുന്ന ഒരു കാറുമായിട്ട് വന്നു. അതൊരു ഇലക്ട്രിക് സ്പോർട്സ് കാർ ആയിരുന്നു. നമുക്കറിയാം കൊച്ചു കൊച്ചു ഫേമുകളൊക്കെ ഇലക്ട്രിക് കാറുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. വലിയ പരാജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ബാറ്ററി ലൈഫും ഈ വരുന്ന ബാറ്ററിയൊക്കെ ഈ കാറിൽ എവിടെ ഉൾപ്പെടുത്തും അങ്ങനെയുള്ള ചിന്താഗതിയൊക്കെ തന്നെയായിരുന്നു. ഓക്കെ, അതൊക്കെയായിരുന്നു. പക്ഷെങ്കിൽ ഈ വരുന്ന ടെസ്ല റോഡ്സ്റ്റർ എന്ന് പറയുന്ന വാഹനം എല്ലാവരെയും അമ്പരിപ്പിച്ചു. തനി സ്പോർട്സ് കാർ തന്നെ. ഏകദേശം 400 കിലോമീറ്റർ വരെ നമുക്ക് ആ ബാറ്ററി ചാർജ് ചെയ്താൽ ഓടാൻ സാധിക്കും. ആക്സലറേഷനും പവറും പുള്ളിങ്ങും ടോർക്കും ഒക്കെ ആണെങ്കിൽ അസൽ സ്പോർട്സ് കാർ പോലെ തന്നെ. അങ്ങനെയാണ് ടെസ്ല നോട്ടപ്പുള്ളിയായത് ഇൻഡസ്ട്രിയിൽ. ടെസ്ല യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ലിഥിയം അയൺ ബാറ്ററീസ് ആണ്. അതായിരുന്നു അവരുടെ പവർ സോഴ്സ്. നമ്മുടെ ലാപ്ടോപ്പുകളിലൊക്കെ കാണുന്ന ആ ഒരു ബാറ്ററി. ഓക്കെ, ആ കാർ 2008 ഇറങ്ങി. പക്ഷേങ്കിൽ പ്രൈസ് ഒരു പ്രശ്നമായിരുന്നു. ഏകദേശം $1 ലക്ഷം ആയിരുന്നു. ഇന്ത്യയിലോട്ട് കൺവേർട്ട് ചെയ്ത 74 ലക്ഷം അല്ലെ 76 ലക്ഷം രൂപയോളം വരുമായിരുന്നു ആ കാറിനാണ്. അതുകൊണ്ട് അങ്ങോട്ട് ക്ലിക്കായില്ല. ഓക്കെ, ആദ്യമായിട്ട് ടെസ്ല ബിൽഡ് ചെയ്ത കാർ അവരുടെ ഫൗണ്ടറായ ഇലോൺ മസ്കിന് തന്നെയാണ് അവർ സമ്മാനിച്ചത്, റോഡ്സ്റ്റർ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇവർക്ക് സ്പേസ് എക്സ് എന്നുള്ളൊരു കമ്പനി ഉണ്ടല്ലോ. ഇലോൺ മസ്കിന് 2 കമ്പനിയുണ്ട്, രണ്ടും വ്യത്യസ്തമായ കമ്പനിയാണ് അല്ലേ. അപ്പം സ്പേസ് എക്സിൽ നമുക്കറിയാം അവിടെ റോക്കറ്റ് ടെസ്റ്റുകളൊക്കെ നടക്കുന്നുണ്ട്. 2018 ഫാൽക്കൺ ഹെവി എന്ന് പറയുന്ന ഒരു റോക്കറ്റ് അവർ ടെസ്റ്റ് ചെയ്യുകയുണ്ടായി. സംഭവം സ്പേസിൽ കൊണ്ടുവിടുന്ന ഒരു ഹെവി ലിഫ്റ്റിംഗ് ടെസ്റ്റ് എന്ന് നടത്തുകയുണ്ടായി. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ലോക പ്രശസ്തമായ ഒരു കാറും ഒരു സ്റ്റാർമാൻ എന്ന് പറയുന്ന ഒരു മാനിക്യൂൻ അല്ലെങ്കിൽ ഒരു വ്യക്തിയെയും കൂടെ അവർ പ്ലേസ് ചെയ്തായിരുന്നു അതിനകത്ത്. അപ്പം ആ റോക്കറ്റിൽ അവർ പേലോഡായിട്ട് ഘടിപ്പിച്ചത് ഈ ടെസ്ല ആദ്യമായിട്ട് നിർമ്മിച്ച റോഡ്സ്റ്റർ കാറാണ്. ആ റോഡ്സ്റ്റർ കാർ ഇലോൺ മസ്കിന് കൊടുത്തു. ഇലോൺ മസ്ക് ആ കാർ അദ്ദേഹത്തിന് തന്നെ കമ്പനിയായി ആ റോക്കറ്റിൽ വെച്ച് വിടുകയാണ് ചെയ്തത്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നിങ്ങൾക്ക് ആ കാർ എവിടെ ഉണ്ടെന്ന് വേണം നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം കേട്ടോ. പ്രാന്ത് പിടിച്ച കമ്പ്യൂട്ടർ പ്രോഗ്രാമേഴ്സൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, നല്ല കിടക്കാച്ചി ടീമുകൾ. അവന്മാരൊക്കെ അത് വെബ്സൈറ്റും കാര്യങ്ങളും ഒക്കെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേർ ഇസ് ദ റോഡ്സ്റ്റർ റൈറ്റ് നൗ പറഞ്ഞാൽ നമുക്ക് ആ പാത്ത് കാണാം, ഇങ്ങനെ ഓർബിറ്റ് പോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് സംഭവം. ആ കാറാണ് നമ്മുടെ അവർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തത്. ഇലോൺ മസ്കിന്റെ കാർ തന്നെയാണ്. 2008 ആയപ്പോഴത്തേക്കും ആദ്യത്തെ 2 ഫൗണ്ടേഴ്സ് ഇല്ലായിരുന്നോ, അവന്മാർ രണ്ടും കമ്പനിയിൽ നിന്ന് പോയി. ഇലോൺ മസ്ക് വരികയാണ്. അദ്ദേഹം CEO ആയിട്ട് അധികാരമേറ്റു. അധികാരമേറ്റ ഉടൻ തന്നെ അദ്ദേഹം ഏകദേശം 25% എംപ്ലോയീസിനെ അദ്ദേഹം പുറത്തുവിട്ടു. 350-360 എംപ്ലോയീസിനെ അവർ പറഞ്ഞു വിടുകയാണ് ചെയ്തത്. 2009 എത്തി. ടെസ്ലയ്ക്ക് നിൽക്കാനുള്ള പൈസ ഇല്ലാതായി. അപ്പം പൈസ വേണം. അപ്പോൾ പൈസയ്ക്ക് വേണ്ടിയുള്ള അല്ലെ ഇൻവെസ്റ്ററിനെ കാണണം, അങ്ങനെയൊക്കെ ഒത്തിരി പരിപാടി. ബിക്കോസ് റോഡ്സ്റ്റർ സക്സസ് ആയില്ല. അപ്പോൾ നമ്മുടെ ഡേംലർ, മെഴ്സിഡീസ് ബെൻസിന്റെ പേരന്റ് കമ്പനിയായ ഡേംലർ AG കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്തു. അതുപോലൊക്കെ തന്നെ അമേരിക്കൻ എനർജി ഡിപ്പാർട്ട്മെന്റും കുറച്ച് പൈസ 465 മില്യൺ സംതിങ് കൂടെ ടെസ്ലയ്ക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ടെസ്ലയ്ക്ക് ഒന്ന് നിൽക്കാൻ സാധിച്ചു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേനും അവർ ലിസ്റ്റ് ചെയ്യുകയാണ്, നാസ്ഡാക്കിൽ വരികയാണ്. IPO ലിസ്റ്റ് ചെയ്ത് $226 മില്യൺ ചെയ്തു. ഒരു ഷെയറിൻ്റെ പ്രൈസ് അന്ന് $17 ആയിരുന്നു. ഇന്ന് ടെസ്ലയുടെ പ്രൈസ് എത്രയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണു തള്ളും. 2012 ടെസ്ല കുറച്ച് ചാർജിങ് സ്റ്റേഷൻസ് കൊണ്ടുവരുവാണ്. അതിൻ്റെ പേര് എന്നാണെന്ന് ചോദിച്ചാൽ തന്നെ സൂപ്പർ ചാർജർ എന്നൊക്കെ പറയും. സൂപ്പർ ചാർജർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫ്രീ ചാർജിങ് സ്റ്റേഷനുകളാണ്, ഫ്രീ ആയിട്ട് തന്നെ. അതായത് നിങ്ങളൊരു ടെസ്ല ഓണർ ആണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പോയി ചാർജ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പം 2500 സ്റ്റേഷനുണ്ട് വേൾഡ് വൈഡ്. ആ 2500 സ്റ്റേഷനുകൾ ഏകദേശം 23,500ഓളം സൂപ്പർ ചാർജേഴ്സ് അവൈലബിൾ ആണ്. ഓക്കെ, ടെസ്ലയുടെ വിഷൻ കണ്ടോ. അപ്പോൾ എങ്ങനെ പോയാലും ഗവൺമെൻറ്റിൻ്റെ സഹായവും കാണും. എനിക്ക് ഫ്രീ ആയിട്ട് തന്നെ ചാർജ് ചെയ്യും. ഇപ്പോൾ ഞാൻ പെട്രോൾ ഡീസൽ അടിക്കണമെങ്കിൽ പൈസ കൊടുക്കണമല്ലോ. എനിക്ക് ഒരു ടെസ്ല കാർ വാങ്ങിച്ചു കഴിഞ്ഞാൽ ടെസ്ല സൂപ്പർ ചാർജർ ആ സ്റ്റേഷനിലുണ്ടെങ്കിൽ എനിക്ക് പോയി ഫ്രീ ആയിട്ട് ചാർജ് ചെയ്യാം. അപ്പം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ തന്നെ അവർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, യൂറോപ്പുകളിലും ഏഷ്യ പസഫിക്കിലും എല്ലാം തന്നെ. കാരണം ഇതിങ്ങനെ ലോകം കാലം മുന്നോട്ട് പോകും തോറും ടെസ്ല കസ്റ്റമേഴ്സ് കൂടുന്നതനുസരിച്ച് അവർ ഉറപ്പായിട്ടും ഇംപ്ലിമെൻറ്റ് ചെയ്യും. ഇന്ത്യയിൽ വന്ന ഉറപ്പായിട്ടും ഇന്ത്യയിലും സൂപ്പർ ചാർജിങ് സ്റ്റേഷൻസ് കാണാം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ ഏകദേശം 480 വോൾട്ടാണ് ചാർജിങ് സ്റ്റേഷൻസ് ആണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചാർജിങ് സ്റ്റേഷൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഡിഫറെൻറ്റ് ലെവൽസ് ഉണ്ട്, L1, L2, L3 എന്നൊക്കെ പറയും. ഇതിൻ്റെ ബേസിക് ഒരു ഐഡിയ ഞാൻ ഈ ബ്ലോഗിൽ ഷെയർ ചെയ്യാം. ഇപ്പം നമുക്ക് നമ്മുടെ ഇലക്ട്രിക് കാർ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള 3 അങ്ങനത്തെ ഒരു ചെറിയ സെറ്റപ്പ് എല്ലാം ചാർജ് ചെയ്യണമെങ്കിൽ നല്ല സമയം എടുക്കും. എപ്പോഴും ചാർജിങ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ബാറ്ററിയുടെ കപ്പാസിറ്റിയുമാണ്. ബാറ്ററി എംറ്റി ആണോ അതോ ബാറ്ററി കുറച്ച് റീഫിൽഡ് ആണോ എന്നൊക്കെ
നോക്കിയാണ്. നമുക്കതിനെ കൺവേർട്ട് ചെയ്യാം L1, L2, L3 എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പല നെയിമിൽ ഇത് അവൈലബിൾ ആണ്. L1 എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം 120 വോൾട്ട് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നു. L2 എന്ന് പറഞ്ഞാൽ 240 വോൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. L3 എന്നൊക്കെ പറഞ്ഞാൽ തന്നെ ഫാസ്റ്റ് ചാർജിങ് ആണ്. അപ്പം ഇങ്ങനത്തെ കുറേ കണ്ടീഷൻസ് ഒക്കെ വെച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ബാറ്ററി ഫില്ല് ചെയ്യുന്ന കാര്യം നോക്കുന്നത്. അപ്പം നമ്മൾ ചിന്തിക്കുമായിരിക്കും ഈ പരിസ്ഥിതിയിലൊക്കെ ജസ്റ്റ് കാണുന്ന ആ ഒരു പ്ലഗ് എടുത്തിട്ട് ജസ്റ്റ് കാറിൽ പ്ലഗ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് ചാർജ് ആവുന്നത്. അങ്ങനെയില്ല. അത് കുറേ കാര്യങ്ങളുണ്ട് അതിനകത്ത്. മെയിനായിട്ടും വരുന്ന ഇൻപുട്ട് കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതൊക്കെ ഇങ്ങനെ കാലം മാറുന്ന മാറും. നമുക്കറിയാം പണ്ടൊക്കെ ഫോൺ ചാർജ് ചെയ്യാൻ എത്ര സമയം എടുക്കുന്നത്. ഇത് ജസ്റ്റ് എക്സാമ്പിൾ അറിയാം. നമുക്കിന്ന് ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷനൊക്കെ വന്നതുകൂടി എത്ര മിനിറ്റുകൾക്കകമാണല്ലേ ഫോൺ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു പേഴ്സൻറ്റേജ് അനലൈസ് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഫോണിൻ്റെ ഒരു ബാറ്ററി. കുറേ ബാറ്ററി ലോ ആണെങ്കിൽ ഒരു പക്ഷേ കുറേ സമയം എടുക്കും, കുറച്ച് ഫിൽഡ് ആണെങ്കിൽ കുറച്ച് സമയം മതി. അങ്ങനെയൊക്കെയാണ്. ഞാൻ ഒരു ആർട്ടിക്കിൾ വായിച്ച ഓർമ്മയാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. ഇതുപോലെ തന്നെ വേറൊരു ആർട്ടിക്കിൾ വായിച്ചായിരുന്നു. ഏതോ ഒരു ഇവൻറ്റിനിടെ എങ്ങാണ്ട് ടെസ്ല മോഡൽ 3 ഇവന്മാരെല്ലാം കൂടെ ചാർജ് ചെയ്ത് ഏകദേശം 1 മണിക്കൂർ 31 മിനിറ്റിനകം ചാർജ് കയറി എന്നാണ് പറയുന്നത്. നമ്മുടെ അറിയാം ചാരിറ്റിയോ ഓർ സംതിങ് പ്രൊമോട്ടിംഗ് ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾസിന് ഒരു ഇവൻറ്റിലായിരുന്നു. അങ്ങനെ ആ ആർട്ടിക്കിൾ പറയുന്നത് വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഇലക്ട്രിക്കലി ചാർജ്ഡ് പ്രൊഡക്ഷൻ കാർ എന്നൊക്കെ പറഞ്ഞായിരുന്നു അതിൻ്റെ ആർട്ടിക്കിൾ വന്നത്. 2013 ടെസ്ലയുടെ ആദ്യത്തെ ജിഗാ ഫാക്ടറി വരുവാണ്. ജിഗാ ഫാക്ടറി നിവേദ എന്നാണ് അവർ പറയപ്പെടുന്നത്. മെയിനായിട്ട് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിഥിയം അയൺ ബാറ്ററീസ് ആണ്. 2015 ആയപ്പോഴത്തേക്കും സോളാറിൽ പവർ ചെയ്യുന്ന കാര്യങ്ങളും സോളാർ കൊണ്ട് നമുക്ക് വീട്ടിൽ നിൽക്കുന്ന ബാറ്ററീസും റീചാർജബിൾ ബാറ്ററീസും അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങളും ജസ്റ്റ് പവർ വോൾസും വണ്ടി കാർ റീചാർജ് ചെയ്യുന്ന പവർ വോൾസും അങ്ങനെ സോളാറിനെ സംബന്ധിച്ച് നമുക്ക് സാധാരണ ആൾക്കാർക്ക് ഉപകാരപ്രദമായ ഒത്തിരി സംഭവങ്ങൾ ടെസ്ല മാർക്കറ്റിലോട്ട് കൊണ്ടുവരാൻ തുടങ്ങി. അത് കൊണ്ടുവരുന്നത് കൊണ്ടാണ് ടെസ്ലയുടെ നെയിം ചേഞ്ച് ചെയ്തത്. അങ്ങനെ 2017 നേരത്തെ ടെസ്ല മോട്ടേഴ്സ് ആണല്ലോ കാറിനെ ഫോക്കസ് ചെയ്ത്. ഈ ടെസ്ല മോട്ടേഴ്സ് എന്ന് പറയുന്ന പേര് മാറ്റിയവന്മാർ ടെസ്ല ഇങ്ക് അല്ലെ എന്ന് അവർ രജിസ്റ്റർ ചെയ്തു. അങ്ങനെയാണ് ടെസ്ല ഇങ്കും ടെസ്ല മോട്ടേഴ്സും ആയത്. അപ്പം ടെസ്ല ഇങ്ക് റെഫർ ചെയ്യുന്ന ഓൾ ദ പ്രൊഡക്ട്സ്, അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്ട്സിനെയും അല്ലെങ്കിൽ സോളാർ റിലേറ്റഡ് പ്രൊഡക്ട്സിനെയും അങ്ങനത്തെ ക്ലീൻ എനർജി റിലേറ്റഡ് ചെയ്ത പ്രൊഡക്റ്റിനെയും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ടെസ്ല ഇങ്ക് എന്ന് പറയുന്നത്. ഇലോൺ മസ്ക് അദ്ദേഹത്തിൻ്റെ പല ഇൻ്റർവ്യൂസിലും പല ഡിസ്കഷൻസിലും പല ആർട്ടിക്കിൾസും ഒക്കെ പറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അദ്ദേഹത്തിന് വളരെ നല്ലൊരു ക്ലീൻ എനർജി സൊല്യൂഷൻസ് കമ്പനി ബിൽഡ് ചെയ്യണമെന്നാണ്. അതായത് നമുക്ക് എൻവയോൺമെൻറ്റിനൊന്നും ഒത്തിരി ഹാനികരമില്ലാത്ത കമ്പനീസൊക്കെ ബിൽഡ് ചെയ്യണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമെന്നാണ് പറഞ്ഞത്. ആ വിഷയം നല്ലപോലെ മുന്നോട്ട് പോട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. 2019 ഏവരെയും ഞെടുക്കിക്കൊണ്ട് ഒരു ട്രക്ക് ടെസ്ല ഇറക്കുകയാണ്. ആ ട്രക്കിൻ്റെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈബർ ട്രക്ക് എന്നാണ്. നമുക്കറിയാം ടെസ്ല കാറുകളുടെ എല്ലാ ഫീച്ചേഴ്സും അതിൻ്റെ ഇലക്ട്രിക് മോട്ടറും കാര്യങ്ങളൊക്കെയാണ്. പ്ലസ് അതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിക്കപ്പ് ട്രക്കാണ്. പിക്കപ്പ് ട്രക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം US മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന ഒരു വാഹന സെഗ്മെൻറ്റാണ് ട്രക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിക്കപ്പ് ട്രക്കുകൾ, കൊച്ചു വാഹനങ്ങൾ നമുക്കറിയാം. ഫോർഡുണ്ട്, റാമുണ്ട്, ഷെവിയുണ്ട്, അങ്ങനെ പല മാനുഫാക്ചേഴ്സ് ആ പ്ലേയേഴ്സിലുണ്ട്. അപ്പം വരുന്നത് അത് എൻ്റെ ഒരു പുതിയ ഒരു ഏലിയൻ ഡിസൈൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. നമുക്ക് സൈബർ ട്രക്ക് എന്ന് അടിച്ച് നോക്കി കാണാം. ആ ഒരു ഡിസൈൻ ഫാക്ടർ തന്നെ വളരെ വ്യത്യസ്തമായിട്ടിരിക്കുന്നു. 7 പേർക്കോളം യാത്ര ചെയ്യാൻ പറ്റും. പല വേരിയൻസിൽ വരുന്നതൊക്കെ ഉണ്ട് കാര്യങ്ങൾ. അതായത് പവറും BHP കൂട്ടിയും കുറച്ച്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു ട്രക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ജേർണി തരുന്നു, നല്ല എഫിഷ്യൻസി, ബാറ്ററി എഫിഷ്യൻസി തരുന്നു, ഒത്തിരി ലോഡ് കയറ്റാൻ പറ്റുന്നു, നല്ല സൂപ്പർബ് ബോഡിയാണ്, ഹൈ ക്വാളിറ്റി ബോഡി തരുന്നു, പിന്നെ ഒരു ലാംബോർഗിനി പോലെ കാല് കൊടുത്താൽ പറക്കുന്നു, അങ്ങനത്തെ ഒരു ട്രക്ക് വരുന്നു. വിലയൊന്നും ഒത്തിരി വിലയൊന്നുമില്ല, ടെസ്ലയുടെ ആ റേഞ്ചിൽ വിലയൊക്കെ വെച്ചിട്ട്. അതാണ് സൈബർ ട്രക്ക്. ഏകദേശം 2,50,000 ഓർഡർ ഇപ്പോൾ തന്നെ ലഭിച്ചു എന്നാണ് മസ്ക് പറയുന്നത്. ശരിയാണെന്നറിയില്ല. അടുത്തതായിട്ട് വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രൈറ്റ് ഫോർവേഡറാണ്, ഒരു വലിയ ട്രക്കാണ്. അതിൻ്റെ പേര് ടെസ്ല സെമി എന്നാണ്. ടെസ്ല സെമി, പെപ്സി ഏകദേശം 100ഓളം ടെസ്ല സെമിക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ടെസ്ല പറഞ്ഞിരിക്കുന്നത് 2021 ഈ വർഷം ലാസ്റ്റോടെ ഒരു 15 ടെസ്ല സെമി എങ്കിലും പെപ്സിക്ക് ഡെലിവറി ചെയ്യുമെന്നാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് ടെസ്ലയുടെ കുറച്ച് കഥകൾ. ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എല്ലാ മാനുഫാക്ചേഴ്സിനും വളരെ പ്രിയപ്പെട്ട ഒരു മാർക്കറ്റ് തന്നെയാണ്. അങ്ങനെ തന്നെയാണ് ഇലക്ട്രിക് വെഹിക്കിൾ മാനുഫാക്ചേഴ്സിനും. ലോകത്തിലെ രണ്ടാമത്തെ പോപ്പുലേഷൻ കൂടിയ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഒന്നാമതായിട്ട് ചൈന നിൽക്കുന്നു. ചൈനയിൽ നടക്കുന്ന ഡെവലപ്മെൻറ്റും ഇലക്ട്രിക് വെഹിക്കിളുടെ ഡിഫറൻസും ഒക്കെ നമുക്കറിയാം. അവിടെ 2-3 ഇലക്ട്രിക് കാർ മാനുഫാക്ചേഴ്സ് ഉണ്ട് എന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. അതുപോലെ തന്നെ ടെസ്ലയ്ക്ക് അവരുടെ ഒരു ഫാക്ടറിയും ചൈനയിലുണ്ട്. ഇനിയിപ്പം ഇന്ത്യയിലോട്ട് വരികയാണെങ്കിൽ കഴിഞ്ഞ വർഷം വിറ്റുപോയ ഏകദേശം 20,40,000 കാറുകളിൽ 5,000 എണ്ണം മാത്രമാണ് ഇലക്ട്രിക് കാറുകൾ. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? ഒരു പക്ഷെങ്കിൽ ആൾക്കാർക്ക് ഇലക്ട്രിക് കാറുകളുടെ പെർസെപ്ഷൻസ് അല്ലെങ്കിൽ ഒരു വിശ്വാസ്യത കുറവ്, ചാർജിങ് സ്റ്റേഷനുകളുടെ കുറവ്,
പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ലോക്കലായിട്ട് കമ്പോണൻസ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന സർവീസും കാര്യങ്ങളും ഒക്കെ ഓർത്ത് പേടിക്കുന്ന ആൾക്കാരും, പിന്നെ പ്രൈസ് ഒരു ഫാക്ടർ തന്നെയാണ്. കാരണം നമ്മുടെ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൈസ് കോൺഷ്യസ് മാർക്കറ്റാണ്. അപ്പം എന്ത് സാധനം ഒരുമാതിരിപ്പെട്ട ആൾക്കാരൊക്കെ മേടിക്കാൻ പോലെ എല്ലാവരും ആദ്യം വിലയാണ് നോക്കുന്നത്. കാറായാലും മൊബൈലാണെങ്കിലും ടി വി ആണെങ്കിലും ഫ്രിഡ്ജാണെങ്കിലും ഏത് പ്രൊഡക്റ്റ് ആയാലും. അതുകൊണ്ടാണ് അവർ പറയുന്നത് എപ്പോഴും ഇന്ത്യൻ മാർക്കറ്റിലോട്ട് ഒരു സാധനം പിച്ച് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ അവിടുത്തെ നമ്പർ 1 ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പ്രൈസാണ്. ടെസ്ല ഇന്ത്യയിലോട്ട് വരുന്നു എന്ന് കഴിഞ്ഞപ്പോൾ അനാലിസിസും റിപ്പോർട്ട്സും ഒക്കെ വരുന്നത് എന്താണെന്ന് വെച്ചിട്ട് തന്നെ ടെസ്ലയുടെ അത്ര വലിയ എക്സ്പെൻസീവായ ഓട്ടോണമസ് കാർ ഡ്രൈവിംഗ് സിസ്റ്റം, അതായത് ലെയിൻ ഡിസിപ്ലിൻ, ക്രാഷ് ഡിറ്റക്ഷൻ സിസ്റ്റം, ദ വോൾ ഓട്ടോണമസ് സിസ്റ്റംസ് ഒക്കെ എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് കണ്ടറിയണം എന്നാണ്. കാരണം ഇന്ത്യൻ ട്രാഫിക് റോഡ്സ് അല്ലെങ്കിൽ ഇന്ത്യൻ റോഡ്സിലെ ട്രാഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിസിപ്ലിനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിനെക്കുറിച്ച് കൂടുതൽ ചോദ്യം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതെങ്ങനെ വർക്ക് ചെയ്യണം എന്നൊരു വലിയ ചിന്താഗതിയാണ്. കാരണം ഞാൻ ഇത്രയും പൈസ കൊടുത്ത് ടെസ്ല പോലത്തെ ഒരു വലിയ ഓട്ടോണമസ് വാഹനം മേടിച്ചു കഴിഞ്ഞാൽ എനിക്കതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഫുള്ളി യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഉള്ള എൻ്റെ അവസ്ഥയെക്കുറിച്ചൊക്കെയാണ് ആൾക്കാർ കണക്ക് കൂട്ടുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടെസ്ല വന്നു കഴിഞ്ഞൊരു 5-10 വർഷം ഒരു 50 തൊട്ട് 100 കാറെങ്കിലും പോയാൽ വലിയ കാര്യമെന്നാണ്. കാരണം നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഇത് വീണ്ടും പ്രൈസ് കോൺഷ്യസ് മാർക്കറ്റാണ്. ആൾക്കാർക്ക് കണ്ടൊക്കെ വിശ്വാസമൊക്കെ വരത്തുള്ളൂ. പിന്നെ എന്ന് പറയാൻ നമുക്കറിയാം, ഇന്ത്യ എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ വലുതാണെങ്കിലും പാവപ്പെട്ടവനും പണക്കാരനുമായിട്ട് നല്ല ഡിഫറൻസ് ഉണ്ട്, എല്ലാവർക്കും അറിയാമല്ലോ. ബിക്കോസ് ഹൈ ബ്രാൻഡ് ഇൻഡിവിജ്വൽസിനൊക്കെ എടുത്ത് നോക്കാം. നമുക്കറിയാം സെലിബ്രിറ്റീസും അങ്ങനത്തെ കുറച്ച് ആൾക്കാരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, സ്പോർട്സ് പേഴ്സൺസ് ഒക്കെ നോക്കിയാൽ അവർക്ക് ഉറപ്പായിട്ട് ഒരു ടെസ്ല അഫോർഡ് ചെയ്യും. ബിക്കോസ് അവിടെ ഒരു മെയിൻ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാൻഡ് വാല്യൂ ആണ്. ടെസ്ല എന്ന ആ ബ്രാൻഡ് അത് ഉൾക്കൊള്ളാൻ വേണ്ടി ഇതുപോലത്തെ ടോപ്പ് പൊസിഷൻ ഇൻഡിവിജ്വൽസൊക്കെ ടെസ്ല മേടിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം ആദ്യ കാലങ്ങളിൽ. നമുക്ക് വളരെ പെട്ടെന്നൊരു അനാലിസിസ് നോക്കിയാലോ. ഇന്ത്യയുടെ ആദ്യത്തെ ലക്ഷറി ഇലക്ട്രിക് വെഹിക്കിളാണ് മെഴ്സിഡസ് ബെൻസ് EQC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. EQC ഏകദേശം ഒരു 40-45 എണ്ണത്തോളം മാത്രമാണ് വിറ്റുപോയത്. അതിൻ്റെ പ്രൈസ് ഏവർക്കും അറിയാം, 1 കോടി മിച്ചമാണ് അതിൻ്റെ പ്രൈസ്. ഓക്കെ, ഇപ്പോൾ നമുക്കറിയാം ജാഗ്വർ I-Pace മാർക്കറ്റിലോട്ട് വന്നു. അതിൻ്റെ തന്നെ നമുക്ക് സെയിൽസ് എത്ര പോയെന്ന് കറക്റ്റ് റിപ്പോർട്ട് കിട്ടിയില്ല. അപ്പോൾ ആ ഒരു അനാലിസിസ് ഒക്കെ വെച്ച് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും ലക്ഷറി ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ ഒരു മാർക്കറ്റ്. ഓക്കെ, അപ്പോൾ ടെസ്ല വന്നു എന്ന് വെച്ചാൽ അപ്പോൾ ആദ്യം നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ US പ്രൈസ് വെച്ച് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്തതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ എങ്ങനെ പോയാലും ഒരു പ്ലാന്റ് ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ടെസ്ലയുടെ വില കുറയും. ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചേഴ്സ് പറയുന്നത് ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഇലക്ട്രിക് വെഹിക്കിൾസിന് ഒരു ഡിമാൻഡും ഒന്നും ഇല്ല എന്നാണ് അവർ പറയുന്നത്. ബോസ്, നിങ്ങൾ ഇറക്കിയാൽ മാത്രമേ അല്ല അറിയത്തുള്ളൂ ഡിമാൻഡ് ഉണ്ടോ ഇല്ലയോ എന്നൊരു കാര്യം. അല്ലെങ്കിൽ നമുക്ക് പോയി ടാറ്റയോടും ഒക്കെ ചോദിക്കാം. കാരണം അവർ 2 വാഹനങ്ങൾ ഇറക്കിയിട്ടുണ്ട് ഓൾറെഡി മാർക്കറ്റിൽ. എന്താണ് കസ്റ്റമേഴ്സിനെ അലട്ടുന്ന പ്രശ്നം എന്നൊരു കാര്യം. നിങ്ങൾ കൂടുതൽ ടെക്നോളജിക്കലി ഇംപ്രൂവ് കൊണ്ടുവരുന്നതും ഇന്നോവേഷൻ കൊണ്ടുവരുന്നതും കൂടി മാത്രമേ ഉള്ളൂ സാധാരണ ജനങ്ങൾക്ക് ഇലക്ട്രിക് കാറുകൾ കൂടുതൽ ആക്സസിബിൾ ആകത്തുള്ളൂ. ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് എന്താണെങ്കിലും ഗവൺമെന്റ് നമുക്കറിയാം ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളും എല്ലാം കൊണ്ടുവരുന്നുണ്ട്. ഒരു പക്ഷെങ്കിൽ എനിക്ക് തോന്നുന്നത് CSR ആക്ടിവിറ്റി ആയിട്ട് വീണ്ടും ചാർജിങ് സ്റ്റേഷന്റെ കാര്യം എല്ലാം ഗവൺമെന്റ് എടുത്തിടാൻ ചാൻസ് ഉണ്ട് എന്നാണ്. അതൊക്കെ നിങ്ങളുടെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഈ കേസസിലൊക്കെ വളരെ നല്ലതായിരിക്കും അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ. ഇലോൺ മസ്കിനെ ഭയപ്പെടുത്തുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇന്ത്യൻ ടാക്സസ് ഒക്കെയാണ്. 100% ഉറപ്പാണ് ഇലക്ട്രിക് വെഹിക്കിൾസ് ഒക്കെ വരുന്നത് കൂടി ഒത്തിരി ടാക്സിൻ്റെ പ്രശ്നമൊക്കെ ഇന്ത്യൻ ഗവൺമെൻറ് കൺസിഡർ ചെയ്യും. ബിക്കോസ് നമുക്കറിയാം ലോകത്തിലെ തന്നെ മോസ്റ്റ് പൊല്യൂട്ടഡ് സിറ്റീസ് ആണ് ഇന്ത്യയിലേത്. നമുക്കറിയാം അതിൽ നിന്ന് മെയിൻ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വാഹനങ്ങൾ എമിറ്റ് ചെയ്യുന്ന, വാഹനങ്ങൾ തള്ളുന്ന പുകയും ഒരു വലിയ വിഷയം തന്നെയാണ്. നമ്മുടെ ഗവൺമെൻറ്റിന് തലവേദനയായിരിക്കുകയാണ് ഈ വിഷയങ്ങളൊക്കെ. അതുകൊണ്ടാണ് സ്ക്രാപ്പേജ് പോളിസിയും ഇലക്ട്രിക് വെഹിക്കിളിന് കൊണ്ടുവരുന്ന ഡിഫറൻറ്റ് പോളിസീസും ഒക്കെ ഉറപ്പായിട്ടും ഗവൺമെൻറ് ഇലക്ട്രിക് വെഹിക്കിൾ മാനുഫാക്ചേഴ്സിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് നമുക്ക് കരുതാം. ഇനിയിപ്പോൾ നമുക്ക് ചൈനയിലെ വാഹനം വീട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഏകദേശം 20 ലക്ഷം കാർ വിറ്റ് പോയെന്ന് കരുതിക്കോ. അതിൽ പകുതിക്ക് അടുത്തോളം ഇലക്ട്രിക് കാറുകളാണ് ചൈനയിൽ വിറ്റുപോയിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പം ഇന്ത്യയും അങ്ങനെ തന്നെയാകും, അത് ഡൗട്ടൊന്നുമില്ല. നമുക്കിപ്പോൾ ടെസ്ലയോട് ഇപ്പം ഓട്ടോമൊബൈൽ റിവ്യൂവേഴ്സും വളരെ അനലിസ്റ്റും പറയാനുള്ളത് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സ്വീറ്റ് മാർക്കറ്റ് തന്നെയാണ്. ഡോണ്ട് ബി ലേറ്റ് ഇൻ ദ ഗെയിം എന്നാണ് അവരൊക്കെ പറയുന്നത്. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ടെസ്ല ഇന്ത്യയിൽ നിന്ന് ബുക്ക് ചെയ്യാം, നമുക്ക് ഡെലിവറി കിട്ടും. പൈസയും കാൽക്കുലേഷനൊന്നും വളരെ കുറവായിട്ട് കാണാൻ ചാൻസ് ഇല്ല. പക്ഷേ പ്ലാന്റ് വരുന്നതോടെ എല്ലാം കുറവായിരിക്കും. ഇന്ത്യയിൽ തന്നെ ടെസ്ല യൂസ് ചെയ്യുന്ന കുറച്ച് സെലിബ്രിറ്റീസും മൾട്ടി ബില്യണേഴ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ പക്ഷെങ്കിൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2017 ടെസ്ല മോഡൽ 3 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യണമെന്ന് ഇലോൺ മസ്കിനും ടെസ്ലയ്ക്കും ആഗ്രഹമുണ്ടായിരുന്നു. അവരതിനുള്ള പ്ലാനും എടുത്തിരുന്നു. ഓഗസ്റ്റ് 2000 അല്ലെങ്കിൽ ഒക്ടോബർ 2016 തൊട്ട് തന്നെ നമുക്ക് പ്രീ ബുക്കിംഗ് ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ അതെല്ലാം നിന്നുപോയി. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഇവിടുത്തെ പൂവർ ഇലക്ട്രിക് വെഹിക്കിൾ പോളിസികൾ കൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെ കുറവായതുകൊണ്ടാണ് ടെസ്ല ആ മോഹം ഒന്ന് ഉപേക്ഷിച്ചത്. പക്ഷേ അതൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഇന്ന് ടെസ്ല ഇന്ത്യയിലോട്ട് വരികയാണ്.
ചില റിപ്പോർട്ടുകളൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ തന്നെ ഇന്ത്യ ഇവിടെ ഡിജിറ്റൽ സെയിൽസ് ആയിരിക്കും. ഡിജിറ്റൽ സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ബ്രിക്ക് ആൻഡ് മോട്ടർ, അതായത് ഒരു ഫിസിക്കൽ ഔട്ട്ലെറ്റ് കാണുകയില്ല എന്നാണ്. എല്ലാം ഓൺലൈൻ വഴിയാണ് നിങ്ങൾക്ക് ടെസ്ല ബുക്ക് ചെയ്യാൻ സാധിക്കുന്നത്, അവർ കൊണ്ടുവരും എന്നൊക്കെയാണ് പറയുന്നത്. അതെന്ന് പറയുന്നത് ഏകദേശം 55 ലക്ഷത്തോളം രൂപ വരും ഏകദേശം ടെസ്ല മോഡൽ 3 കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് തോന്നുന്നു അവർ പറയുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമുക്ക് എത്രമാത്രം ശരിയാണെന്ന് അറിയത്തില്ല. ഇന്ത്യയിൽ മെയിനായിട്ടും കംപ്ലീറ്റ്ലി ബിൽഡ് യൂണിറ്റ് ആയിട്ട് CPU ആയിട്ട് കൊണ്ടുവരാനാണ് ടെസ്ലയ്ക്ക് ആഗ്രഹമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. NDTV പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ തന്നെ പുറം രാജ്യത്ത് നിങ്ങൾക്ക് ഒരു 27 ലക്ഷം രൂപയുടെ കാർ ഉണ്ടെങ്കിൽ അത് ഇന്ത്യയിലോട്ട് കൊണ്ടുവന്നതിന് നിങ്ങൾക്ക് ഏകദേശം 100% ഇമ്പോർട്ട് ഡ്യൂട്ടി കൊടുക്കണമെന്നാണ്. അപ്പോൾ ടെസ്ല എടുത്തു കഴിഞ്ഞാൽ ടെസ്ലയ്ക്ക് ഏകദേശം 20 തൊട്ട് 25 ലക്ഷം രൂപയാണ് വരുന്നതെന്ന് വെച്ചു ടെസ്ല മോഡൽ 3-ന്. അപ്പം നിങ്ങൾ ഏകദേശം 60% ഇമ്പോർട്ട് ഡ്യൂട്ടി കൊടുക്കേണ്ടിയിരിക്കുന്നു. കാരണം 27 ലക്ഷം അല്ലെങ്കിൽ 25 ലക്ഷമേ ഉള്ളൂ. 27 ലക്ഷം അതിൽ കൂടുതലാണെങ്കിലാണ് 100%. ഇപ്പോൾ നിങ്ങൾക്ക് 60% ഇമ്പോർട്ട് ഡ്യൂട്ടി കൊടുത്ത് മാത്രമേ ടെസ്ല നിങ്ങൾക്ക് ഇന്ത്യ ഇറക്കാൻ സാധിക്കത്തുള്ളൂ. പക്ഷെങ്കിൽ പുതിയ പ്ലാന്റും കാര്യങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ചെറിയൊരു അസംബ്ലി യൂണിറ്റ് എങ്കിലും വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഗവൺമെൻറ് വേണ്ട വിധം ടാക്സും കാര്യങ്ങളും ഒക്കെ നോക്കുകയും വാഹനത്തിൻ്റെ സെയിൽസ് ഇന്ത്യയിൽ കൂട്ടാൻ സാധിക്കുകയും ചെയ്യാം. നമുക്ക് ഇനിയിപ്പോൾ ഒരു ടെസ്ല മോഡൽ 3 എടുക്കാം. ഒരു നോർമൽ ടെസ്ല, അതിന് ഏകദേശം ഒരു $35,000 പ്രൈസ് വരും. നമുക്കൊരു 27 ലക്ഷം രൂപ ഇന്ത്യൻ പ്രൈസായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. 5.6 സെക്കൻഡ്സിനകം അവർ 100 km/hലെത്തും ആ കാറ്. അതുപോലെ തന്നെ 360 തൊട്ട് ഒരു 380, 400ഓളം ബാറ്ററി റേഞ്ചും വരും. അപ്പം ഞാൻ ഈ കാർ കൊണ്ടുവരണമെങ്കിൽ 27 ലക്ഷത്തോളം രൂപയാണ്. ഞാൻ 125% ഇമ്പോർട്ട് ഡ്യൂട്ടിയും കൊടുത്ത് 60 ലക്ഷം മുടക്കി മാത്രമേ എനിക്ക് കാർ ഇന്ത്യയിലോട്ട് കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ ഞാൻ ഈ 60 ലക്ഷം രൂപ കൊടുത്ത് കാർ കൊണ്ടുവരുമ്പോൾ എന്നെ നോക്കി ബാക്കി 2 കിടുക്കാച്ചി ബ്രാൻഡുകൾ ചിരിക്കുന്നത് BMW 5 സീരീസും മെഴ്സിഡസ് ബെൻസ് E-ക്ലാസും എന്നെ നോക്കിയിരിക്കും. അപ്പം അങ്ങനെയാണ് ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ ഒരു പക്ഷെങ്കിൽ ഫുള്ളി ഇലക്ട്രിക് ആകണം. വളരെ വലിയ ഒരു യുണീക്ക് സാധനം ടെസ്ല കൊണ്ടുവന്നാൽ മാത്രമേ ഇങ്ങനെ നമുക്ക് കാറ് സെല്ല് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ BMW 5 സീരീസിൻ്റെ ക്ലാസ് ആയാലും Audi A6 ആയാലും മെഴ്സിഡസ് ബെൻസ് E-ക്ലാസിൻ്റെ സെഗ്മെൻ്റാണ്. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വളരെ വളരെ കുറച്ച് കാറുകൾ മാത്രമാണ് ആ സെഗ്മെൻറ്റിൽ വിറ്റുവെക്കൊണ്ടിരിക്കുന്നത്. അങ്ങോട്ട് ടെസ്ല വന്നു കഴിഞ്ഞാൽ എന്ത് വലിയ മാറ്റമാണ് സൃഷ്ടിക്കുന്നത് നമുക്കറിയത്തില്ല. പക്ഷേ ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചറും അതുപോലുള്ള റോഡും കാര്യങ്ങളും ഒക്കെ വെൽ ഡെവലപ്ഡ് ആയെങ്കിൽ ഉറപ്പായിട്ടും ടെസ്ലയ്ക്ക് തന്നെ ആകാം മുൻതൂക്കം. നമ്മുടെ ഇന്നത്തെ കാലത്തെ നമുക്കറിയാം റോഡും ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെ അറിയാം. ലൈൻ ഡിസിപ്ലിനൊക്കെ എങ്ങനെ ടെസ്ല കൈകാര്യം ചെയ്ത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. നമുക്കറിയാം ഒരുമാതിരി കൊള്ളിയാൻ വരുന്ന പോലെയാണ് ആൾക്കാർ ലൈൻ ചേഞ്ച് ചെയ്ത് നമ്മുടെ നാട്ടിൽ കൂടെ മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പം അതാണ് ആൾക്കാർ പറയുന്നത്, നിങ്ങൾ ടെസ്ല മേടിച്ചാലും ടെസ്ലയുടെ ഫുൾ ഫീച്ചേഴ്സ് ഒരു പക്ഷേ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കത്തില്ലായിരിക്കാം. പക്ഷേ എന്തൊക്കെയാണെങ്കിലും ടെസ്ല എന്ന ആ വമ്പൻ ബ്രാൻഡ് യൂസ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. എല്ലാവരും നമ്മളെ മുകേഷ് അംബാനിക്കൊക്കെയാണ് 2 ടെസ്ല കാറുകളുണ്ട്. മോഡൽ എസും മോഡൽ എക്സും ഒക്കെ ഉണ്ടെന്നാണ് റൂമേഴ്സ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ 168 കാറുകൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചിലപ്പം 2 സ്ലോട്ട് 2 ടെസ്ലയ്ക്കൂടെയാണ് ആകാമെന്ന് നമുക്ക് വിചാരിക്കാം. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമുക്ക് SR ഗ്രൂപ്പിൻ്റെ CEO ആയ പ്രശാന്ത് റുയ എന്ന് പറയുന്നൊരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിനുമുണ്ട് ഒരു ടെസ്ല മോഡൽ എക്സ്. അത് 2017 അദ്ദേഹം പർച്ചേസ് ചെയ്തതാണ്. പിന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്കറിയാം കുറേ സിഇഒമാർക്കുണ്ട്. കുറേ നമ്മുടെ പേടിഎമ്മിൻ്റെ CEO അദ്ദേഹം ബുക്ക് ചെയ്തിരിക്കുന്നു. പിന്നെ നമുക്ക് വൂനിക്കുണ്ട്, വൂനിക്കിൻ്റെ CEOയും ബുക്ക് ചെയ്തിട്ടു ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഒക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അറിയത്തില്ലാതെ എത്ര വാഹനങ്ങൾ വന്നിരിക്കാമെന്ന് നമുക്ക് അറിയില്ല. അതുപോലൊക്കെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെ മലയാളികൾ തന്നെ ആരെങ്കിലും നിങ്ങൾ ഒരു ടെസ്ല വാഹനം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കമൻ്റ് അടിച്ചാൽ വളരെ വിലപ്പെട്ട കാര്യം തന്നെയായിരിക്കാം. ഉറപ്പായിട്ടും ഒത്തിരി മലയാളീസും വിദേശ രാജ്യങ്ങളൊക്കെ ടെസ്ല യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. കഴിഞ്ഞ വർഷം ടെസ്ല വിറ്റത് എത്ര കാറുകളാണെന്നറിയാം? 4,99,550 കാറുകളാണ് അവർ വിറ്റത്. ടെസ്ലയുടെ വാല്യൂ വളരെ വലുതാണെന്ന് ഞാൻ മുമ്പേ പറഞ്ഞത്. ടെസ്ല വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഞാൻ ഈ പറയുന്ന ഓട്ടോമൊബൈൽ മാനുഫാക്ചറേഴ്സിനെ എല്ലാവരുടെ കമ്പൈൻ ചെയ്യുന്നതിനെക്കാട്ടിലും വലുതാണ് ടെസ്ലയുടെ വാല്യൂ. ഏതൊക്കെ വാഹനങ്ങളാണ് നമ്മൾ കമ്പൈൻ ചെയ്യാൻ പോകുന്നത്? നമുക്ക് US നിന്ന് തന്നെ തുടങ്ങാം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫോർഡ്, GM, FCA. നമുക്ക് ഇനിയിപ്പം ജാപ്പനീസിലോട്ട് പോകാം, ഹോണ്ട, നമുക്ക് ടൊയോട്ട, പിന്നെ നമുക്ക് ജർമ്മനിയിൽ പോകാം, ഫാക്സ് വാഗൻ. ഇത്രയും 6 വാഹന കമ്പനികളെല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ മാത്രമേ ടെസ്ലയുടെ ഒപ്പം എത്തത്തുള്ളൂ ഇന്നത്തെ കാലത്ത് എന്നാണ് റിപ്പോർട്ട്സുകൾ പറയുന്നത്. അതാണ് പറയുന്നത് 2020 ദ മോസ്റ്റ് വാല്യുബിൾ കാർ ബ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്ലയാണ് എന്നൊരു കാര്യം. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ഇന്ത്യൻ ഇലക്ട്രിക് കാറിൻ്റെ ഹിസ്റ്ററീസൊക്കെ നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ. 1993 കാലഘട്ടം എഡി ഇലക്ട്രിക് എന്ന് പറയുന്നൊരു കമ്പനി ഉണ്ടായിരുന്നു. അവർക്കൊരു കൊച്ചു ഇലക്ട്രിക് കാർ ഉണ്ടായിരുന്നു. ആ ഇലക്ട്രിക് കാറിൻ്റെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലവ് ബേർഡ് എന്നായിരുന്നു. ആ ഇലക്ട്രിക് കാർ ബിൽഡ് ചെയ്യാനുള്ള ടെക്നോളജി കിട്ടിയത് അങ്ങ് ജപ്പാനിൽ നിന്നാണ്.
യസക്കാവ എന്ന് പറയുന്ന ഒരു ഫേമിൽ നിന്നുമാണ് അവർക്കത് ബിൽഡ് ചെയ്യാനുള്ള ടെക്നോളജി. അവരത് ബിൽഡ് ചെയ്തു. 4 സ്പീഡായിരുന്നു ട്രാൻസ്മിഷൻ വരുന്നത്. പിന്നെ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 km/h ആയിരുന്നു അതിൻ്റെ മാക്സിമം സ്പീഡ്. ഒരു കൊച്ചു കാറായിരുന്നു കേട്ടോ, ഒരു കൊച്ചു കാറ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കയറ്റമൊന്നും അത് വലിച്ച് കയറത്തില്ലായിരുന്നു. അതിൻ്റെ മാനുഫാക്ചറിങ് പ്ലാന്റ് വരുന്നത് നമ്മുടെ തൃശ്ശൂരുള്ള ചാലക്കുടിയിലും അത് കോയമ്പത്തൂരുമായിരുന്നു. അപ്പം അത് പ്രശ്നം എന്നാ പറ്റിപ്പോയെന്ന് വെച്ചാൽ സെയിൽസ് ഒന്നും വളരെ കാര്യമായിട്ട് പോയില്ലായിരുന്നു. അത് ഒരു വർഷമെങ്കിൽ എനിക്ക് തോന്നുന്നു ചാർജിങ് സ്റ്റേഷനെ കുറിച്ചൊന്നും ആൾക്കാർ ചിന്തിച്ച് പോലും കാണത്തില്ലായിരിക്കാം. എന്തുകൊണ്ടോ സെയിൽസ് ഡ്രോപ്പായി. സെയിൽസ് ഡ്രോപ്പ് ആകാൻ കാരണം എന്ന് പറഞ്ഞാൽ തന്നെ 100 സെയിൽസ് പോലും നടന്നില്ല. 100 താഴെയായിരുന്നു ടോട്ടൽ സെയിൽസ് നടന്ന്. അങ്ങനെ കമ്പനി പതുക്കെ അടച്ചുപോയി. ഒത്തിരി ആർട്ടിക്കിൾസ് ഒക്കെ അവൈലബിൾ ആണ്, ഗൂഗിളിലുണ്ട്, വായിക്കാൻ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകും. പിന്നെ വരുന്നത് റെവ ഇലക്ട്രിക് ആണ്. റെവ ഇലക്ട്രിക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇന്ത്യൻ കിടിലമായ മഹേന്ദ്ര വന്നങ്ങ് മേടിച്ചു. അങ്ങനെ മഹേന്ദ്ര വന്ന് റീബ്രാൻഡ് ചെയ്തിട്ട് മഹേന്ദ്ര E2 എന്ന് മാർക്കറ്റിൽ ഇറക്കിയിരിക്കുന്നു. ഇന്ത്യ പതുക്കെ ഇലക്ട്രിക് കാറുകൾക്ക് കളം വെച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. നമുക്ക് തുടങ്ങുകയാണ്. നമുക്കറിയാം നമ്മുടെയൊക്കെ ഫേവറേറ്റ് ബ്രാൻഡുകളിൽ ഒന്നായ ഇന്ത്യൻ ജെയിൻസുകളായ ടാറ്റ നെക്സോൺ EV വന്നിരിക്കുന്നു, ടാറ്റ ടിഗോർ EV ഉണ്ട്, മഹേന്ദ്ര E-Verity ഉണ്ട്, മഹേന്ദ്ര E2O ഉണ്ട്, ഹുണ്ടൈ കോണ ഇലക്ട്രിക് ഉണ്ട്, അതുപോലെ തന്നെ ജാഗ്വാർ ഉണ്ട്, ഐപേസ് കിടക്കും. ഇനിയിപ്പോൾ നമുക്ക് സ്കൂട്ടറാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ ഏവർക്കും ഇന്ത്യയുടെ സ്വന്തം ചേതക്ക് വരുന്നുണ്ട് ഇലക്ട്രിക്കായിട്ട്. ഏച്ചർ എനർജി വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. TVS വരുന്നു, ഹീറോ വരുന്നു. ഈ മാനുഫാക്ചറേഴ്സ് എല്ലാം ഇലക്ട്രിക് സ്കൂട്ടറുകളായിട്ട് വരുന്നു. അതുപോലെ തന്നെ പുതിയ യങ് ബ്രാൻഡുകൾ വരുന്നു. നമുക്കറിയാം വളരെ കോളിളക്കം സൃഷ്ടിച്ച ഒരു ബ്രാൻഡ് തന്നെയാണ് M-Flex 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ബാംഗ്ലൂർ ബേസ്ഡ് സൂപ്പർ ബൈക്ക് സ്റ്റാർട്ടപ്പുകളാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ സൂപ്പർ ബൈക്കുകളാണ് നമ്മുടെ നെഞ്ചിനകത്ത് എന്നുള്ളത് കേട്ടോ. ഒരു ഇലക്ട്രിക് കാർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻ കമ്പോണൻ്റ് ആണ് അതിൻ്റെ ബാറ്ററി അല്ലേ. പ്രധാനമായും അതിൻ്റെ ബാറ്ററി വരുന്നത് ലിഥിയം അയൺ ആയിരിക്കാം. അപ്പം ഇന്ത്യയിൽ ഈ ഒരു വിപ്ലവം വരുന്നതിൻ്റെ മുന്നോടിയായി തന്നെ നമ്മളിവിടെ കമ്പോണൻസ് ഡെവലപ്മെൻറ്റ് ഫാക്ടറി ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ലിഥിയം അയൺ ബാറ്ററിയിൽ യൂസ് ചെയ്യുന്ന ഒരു കമ്പോണൻ്റ് ആണ് നമുക്കെല്ലാവർക്കും അറിയാം അനോഡ് എന്ന് പറയും. അനോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആ ബാറ്ററിയിലുള്ള നെഗറ്റീവ് ഇലക്ട്രോഡാണ്. ഓക്കെ, അപ്പം ആ ഒരു കമ്പനി ഡെവലപ്പ് ചെയ്യുകയാണ്. ബാംഗ്ലൂരാണ് വരുന്നത്. ആ കമ്പനിയുടെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്സിലോൺ അഡ്വാൻസ്ഡ് മെറ്റീരിയൽസ് എന്ന് പറയും. അപ്പോൾ അവർ മെയിനായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആനോഡാണ്. അതായത് ലിഥിയം അയൺ ബാറ്ററിക്ക് വേണ്ട ആനോഡാണ്. ഇപ്പം വേറെ ബാറ്ററി ഡെവലപ്മെൻറ്റ് ഫേം ഒക്കെ ഇന്ത്യ ഡെവലപ്പ് ചെയ്താൽ ഇവർക്ക് വേണമെങ്കിൽ സപ്ലയേഴ്സ് ആകാം. അപ്പം ആ സംഭവം മുൻകൂട്ടിയാണ് ഇങ്ങനത്തെ പ്ലാന്റുകളൊക്കെ ചെറിയ രീതിയിൽ തുടങ്ങുന്നത്. പക്ഷേ ഇതിന് മുൻപ് 80% ആനോഡുകൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ ചൈനയിൽ നിന്നാണ്. അതായത് ഇന്ത്യയിൽ നിന്ന് തന്നെ റോ മെറ്റീരിയൽസ് എടുത്ത് ചൈന ഉണ്ടാക്കിയിട്ട് വീണ്ടും വേറെ രാജ്യങ്ങളിലോട്ട് കയറ്റി അയക്കും. അപ്പോൾ ഇങ്ങനത്തെ കമ്പോണൻസ് ഫാക്ടറീസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന് വളരെ ഗുണം തന്നെയാണ്. പിന്നീട് ഞാൻ മേളിൽ പറയാൻ വിട്ടുപോയ ഒരു കാര്യം ഒലയെക്കുറിച്ചാണ്. നമുക്കെല്ലാവർക്കും അറിയാം ഒല ടാക്സി സർവീസും ഒല മൊബിലിറ്റിയോ അല്ലെങ്കിൽ ഒല റേഡിയോ സർവീസ് മീൻസ് റേഡിയോ ടാക്സി എന്നൊക്കെ പറയും. അതൊക്കെ ഇവിടെ നിൽക്കട്ടെ. അപ്പം അതിനകത്തെ ഫൗണ്ടറായ ഭവീഷ് അഗർവാൾ പറയുകയാണ് അവർക്കും ഒരു പ്ലാന്റ് നിർമ്മിക്കണം. ആ പ്ലാന്റിൽ നിർമ്മിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇലക്ട്രിക് സ്കൂട്ടറുകളായിരിക്കും എന്നൊരു കാര്യം. അദ്ദേഹത്തിൻ്റെ വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ലോകത്തിലെ തന്നെ 15% ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഒലയിൽ നിന്നായിരിക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. ഞാൻ കുറച്ച് മുമ്പ് ഒരു കാര്യം പറഞ്ഞിരുന്നു, സ്റ്റേറ്റുകൾ തമ്മിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വാശിയൊക്കെ കാണും. ഞങ്ങൾക്ക് ആ പ്ലാന്റ് വേണമെന്നൊരു കാര്യം. നമുക്ക് ജസ്റ്റ് ബേസിക് ആയിട്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം തമിഴ്നാടിനെ ആദ്യം തന്നെ എടുക്കാം. തമിഴ്നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഡീട്രോയിറ്റ് ഓഫ് ഏഷ്യ എന്നാണ് അറിയപ്പെടുന്നത്. പണ്ട് കാലം മുതൽ തന്നെ അവർക്ക് ഒത്തിരി വെഹിക്കിൾ മാനുഫാക്ചറിങ് പ്ലാന്റുകളുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ എടുത്ത് നമുക്കറിയാം ഫോർഡ് ഉണ്ട്, ഹുണ്ടൈ ഉണ്ട്, BMW ഉണ്ട്, മെഴ്സിഡീസ് ബെൻസ് ഇന്ത്യ കൊമേഴ്ഷ്യൽ വിഭാഗം, ട്രക്കും കൊമേഴ്ഷ്യൽ വിഭാഗം അവിടെയുണ്ട് നമുക്ക് പറയാം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിനോ, നിസാൻ അവിടെ വരുന്നുണ്ട്. പിന്നെ പുതിയ സിട്രൻ്റെ പ്ലാന്റുകളൊക്കെ ഉണ്ട്. വളരെ ഇഷ്ടംപോലെ പ്ലാന്റുകളാണ്. ഈ പ്രധാനപ്പെട്ടത് എടുത്തു പറഞ്ഞതാണ് കേട്ടോ. അതൊക്കെയാണ് നമ്മുടെ തമിഴ്നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഞാൻ പറയാം ഒരു പുതിയ ടെസ്ല വരും കഴിഞ്ഞാൽ അവർ അനലൈസ് ചെയ്യും, ഗവൺമെൻറ്റിൻ്റെ പോളിസീസ് നോക്കും, എന്തൊക്കെ ഫെസിലിറ്റീസ് അവർക്ക് കിട്ടും, പിന്നെ ചുറ്റുമുള്ള സപ്ലയേഴ്സിനെ നോക്കും, റോ മെറ്റീരിയൽസും കാര്യങ്ങളും എല്ലാം നോക്കുമ്പോൾ ടെസ്ലയെ സംബന്ധിച്ചിടത്തോളം എല്ലാം അവർ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് നമുക്കറിയത്തില്ല എന്ത് നോക്കുമെന്നൊരു കാര്യം. പിന്നെ നമുക്ക് കർണാടകത്തിലോട്ട് പോകാം. കർണാടകയിലാണെങ്കിൽ നമുക്കറിയാം ടൊയോട്ടയുടെ പ്ലാന്റ് ഉണ്ട്, അവിടെ തന്നെ നമുക്ക് വോൾവോയുടെ പ്ലാന്റും ഉണ്ട്. പിന്നെ മഹാരാഷ്ട്രയിലോട്ട് പോയാൽ നമുക്കറിയാം അവിടെ നമുക്ക് ജനറൽ മോട്ടോഴ്സ് ഉണ്ട്, ഫോർഡ് ഉണ്ട്, ഹുണ്ടൈ ഉണ്ട്. അതുപോലെ തന്നെ ഗുജറാത്ത് ആണെങ്കിലും മാരുതി സുസുക്കി കിടപ്പുണ്ട്. പിന്നെ നമുക്ക് ഫോർഡ് ഉണ്ട്, അവിടെ വീണ്ടും നമ്മുടെ ഹോണ്ട മോട്ടോർ സൈക്കിൾസും കാര്യങ്ങളും ഒക്കെ കിടപ്പുണ്ട്. പിന്നെ ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു വളരെ തുറപ്പുചീട്ടായ സംഭവം എന്ന് പറഞ്ഞാൽ തന്നെ അനന്തപുരിയിലുള്ള കിയയുടെ പ്ലാന്റാണ്. അത് നമ്മുടെ ആന്ധ്രാപ്രദേശിന് കിട്ടിയല്ലേ. അപ്പം ഇതൊക്കെ ഒരു ഫാക്ടറാണ്. പുതിയൊരു മാനുഫാക്ചറേഴ്സ് വരുമ്പം അവർ ഏത് സ്റ്റേറ്റിലോട്ട് പോകുമെന്നൊരു കാര്യം. അതുപോലെ ടെസ്ല പോലത്തെ ഒരു ബിഗ് ബ്രാൻഡ് വന്നു കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ അത് വളരെ വലിയ കാര്യം തന്നെയാണ്. ആ ഒരു ടെസ്ല വെച്ച് തന്നെ വേറെ മാനുഫാക്ചറേഴ്സ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ ചൈനയിൽ നിന്നുള്ള ഓട്ടോമൊബൈൽസ് ഒക്കെ ഇന്ത്യയിലോട്ട് വേര് പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമുക്കറിയാം ഗ്രേറ്റ് വോൾ മോട്ടേഴ്സ് എന്ന് പറയുന്ന ഒരു കമ്പനി, അവർക്ക് മഹാരാഷ്ട്രയിൽ പ്ലാന്റുകളുണ്ടെന്ന് ആഗ്രഹമുണ്ട്. നമുക്കറിയാം ജനറൽ മോട്ടേഴ്സ് ഇന്ത്യയിൽ നിന്ന് പോയി അവരുടെ പ്ലാന്റ് ഉണ്ട്. ആ പ്ലാന്റിലോട്ട് വന്ന് അവർക്ക് പ്രൊഡക്ഷൻ ആരംഭിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ ഷാങ്കൻ ഓട്ടോമൊബൈൽ അവരും നമ്മുടെ
നമ്മുടെ ആന്ധ്രാപ്രദേശ് ഗവൺമെൻറ്റും ഒക്കെ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അതിനു മുമ്പ് ഇന്ത്യയും ചൈനയുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും തീരണമെങ്കിൽ മാത്രമേ ചൈനീസ് മാനുഫാക്ചേഴ്സിനൊക്കെ ഇന്ത്യയിൽ വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇലോൺ മസ്കിനെ കുറിച്ചാണ്. വീണ്ടും ഞാൻ ഇവിടെ ഒരു ആർട്ടിക്കിൾ വായിച്ചു, ഇലോൺ മസ്കിനെ പോലെ ഉള്ള ഡ്രീമേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് വേൾഡിനെ അടുത്ത സ്റ്റേജിലോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല എന്നുള്ളത്. കാരണം അദ്ദേഹത്തിൻ്റെ കമ്പനീസ് എല്ലാം അങ്ങനെ തന്നെയാണ്. എല്ലാം ഒരു 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 സാധാരണ മനുഷ്യനെക്കാട്ടിൽ തിങ്ക് ചെയ്യാൻ പറ്റുന്നതിലപ്പുറമാണ്. ഫോർ എക്സാമ്പിൾ സ്പേസ് എക്സ് എടുത്തു കഴിഞ്ഞാലും, സ്പേസ് ടൂറിസവും സ്പേസ് എക്സ് എടുത്തു കഴിഞ്ഞാലും അങ്ങനെ തന്നെ, ദ ബോറിംഗ് കമ്പനി എടുത്താലും അങ്ങനെ തന്നെ, ലോ കോസ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ അതാണ് ബോറിംഗ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന എന്നൊരു കാര്യം അല്ലേ. അപ്പം ഇലോൺ മസ്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം നമുക്ക് പറയാൻ അപ്പുറമാണ് അദ്ദേഹത്തെക്കുറിച്ച്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് തന്നെ വേണമെങ്കിൽ നമുക്കൊരു വ്ളോഗ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് കാര്യം. ടെസ്ല ഇന്ത്യയിൽ വരട്ടെ, ചരിത്രം മാറ്റിമറിക്കട്ടെ നമുക്ക് പ്രതീക്ഷിക്കും. അതിൻ്റെ ഇടയിൽ നമ്മുടെ സദേൺ സ്റ്റേറ്റ്സ്, നമ്മുടെ സ്വന്തം കേരളമുണ്ട് കേട്ടോ. നമുക്കും എന്തെങ്കിലുമൊക്കെ ഒരു ഇലക്ട്രിക് അല്ലെങ്കിൽ ഇലക്ട്രിക് കാറുകളുടെ മാനുഫാക്ചറിങ് കമ്പോണൻസ് ഒക്കെ ബിൽഡ് ചെയ്യാനുള്ള ചെറിയ ഫാക്ടറീസൊക്കെ തുടങ്ങുകയാണെങ്കിൽ നമുക്കും വളരെ പ്രയോജനമായ കാര്യമാണ്. ഉറപ്പായിട്ടും നമ്മുടെ ഗവൺമെൻറ് അത് ചിന്തിക്കാതിരിക്കത്തില്ല. ഓക്കെ, അപ്പം എല്ലാം അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. വെൽക്കം ടെസ്ല ടു ഇന്ത്യ. പെട്ടെന്ന് ഞാൻ ഈ വ്ളോഗ് തീരുന്നതിന് മുമ്പ് നമ്മുടെ ഇലോൺ മസ്ക് പറഞ്ഞ ഒരു ചെറിയ വാചകം കൂടി, ഒത്തിരി വാചകം പറഞ്ഞിട്ടുണ്ട്, ചെറിയൊരു വാചകം കൂടെ പറഞ്ഞ് നിർത്തിക്കൊള്ളാം. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഭാവി മികച്ചതാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് ശോഭയുള്ള ദിവസമാണ്, അല്ലെങ്കിൽ അങ്ങനെയല്ല. അപ്പം എല്ലായ്പ്പോഴും പറയുന്നത് പോലെ ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുക. ജീവിതം വളരെ ചെറുതാണ്. ബി സ്ട്രോങ്, ബി ഹാപ്പി. മോട്ടറിംഗ് ഡേയ്സ്.